അപ്പൊ അവർക്ക് എന്താ പോകാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്കാണ് ബ്ലോക്ക്, കുറെ സംസാരിച്ചാൽ ശബ്ദം പോകും എന്നുള്ള ബ്ലോക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതായത് മണിക്കൂറുകൾ ക്ലാസ് എടുത്താൽ പോലും ശബ്ദം പോകാൻ പാടില്ല. അത്രയും എനർജി ആണെങ്കിൽ. ശബ്ദം പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലോക്ക് എവിടെയുണ്ട്, ഞാൻ അതിനെ ഹീല് ചെയ്യണമെന്നാണ് ഞാൻ സ്വയം ചിന്തിച്ചതും പ്രാക്ടീസ് ചെയ്യുന്നതും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എത്രത്തോളം ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞതാട്ടോ. ശബ്ദമില്ല, അധികം മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന നിമിഷത്തിലൊക്കെ ഞാൻ ഹീൽ ചെയ്യുമ്പോൾ ഇതല്ലാത്ത ഇതുമായി കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന പല ബ്ലോക്കുകളെയും കണ്ടെത്തി ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഹീൽ ചെയ്യാറുണ്ട്. അതിലൂടെ എൻ്റെ ശബ്ദത്തിൽ കാര്യമായുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞത്. ഇതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്താൽ ടയേർഡ് ആകും. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, സാധിക്കില്ല, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ച കുറെ കംഫർട്ട് സോൺ ഉണ്ട്. ഈ കംഫർട്ട് സോണിനൊക്കെ നമ്മൾ പൊട്ടിക്കണം, വേണ്ടേ? ഇപ്പൊ നമ്മൾ എന്നെ കൊണ്ട് ഇത്രയും പറ്റുള്ളൂ, കഴിയുള്ളൂ എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ച ഇത്തരം കംഫർട്ട് സോണുകളെ പൊട്ടിച്ചൊഴിവാക്കിയാലേ നമ്മുടെ ലൈഫിൽ മാറ്റം വരികയുള്ളൂ. ഒരു കംഫർട്ട് സോൺ ആയിരുന്നു എനിക്ക് 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്. ഞാൻ 8 മണിക്കൂർ ഉറങ്ങാറില്ല, എനിക്ക് 6 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ മതി. ചില ദിവസം 5 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ എനിക്കൊരു കുഴപ്പമില്ല. മുമ്പ് അങ്ങനെയായിരുന്നില്ല, 8 മണിക്കൂർ ഉറങ്ങിയാലും ക്ഷീണം മാറാറില്ലായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ പോയിട്ട് അത് ഒറ്റയടിക്ക് ചുരുക്കാൻ പാടില്ല കേട്ടോ. ഇത് കേൾക്കുന്ന ആൾക്കാർ ആവേശം മുക്കരുത്. ഇത് ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. കുറെ മെഡിറ്റേഷനും കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അധികം ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം വരില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾക്കുള്ള ബ്ലോക്കുകളെ കണ്ടെത്തി ഹീൽ ചെയ്ത് നമ്മളെ ഗോളിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അതായത് കേവലം പ്രാക്ടീസ് അല്ല, നമ്മൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ ചോദിക്കുമ്പോൾ ചില ആളുകൾ എന്തിനാ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നുള്ള ചിന്ത വരും. അവിടെ ഞാൻ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ EFT വരുമ്പോൾ ശരിക്കും മനസ്സിലാക്കണേ. EFT വരുമ്പോൾ നിങ്ങൾ ലക്ഷ്യമാക്കിയ വലിയ ഗോളുകൾ, നിങ്ങൾ ചെറിയ ഗോളുകൾ, ഹെൽത്ത്, ചെറിയ വെൽത്ത്, നിങ്ങൾ കുറെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, വലിയ സന്തോഷം നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ഗോളുകൾ അല്ലെ, നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ വലിയ ഗോളുകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ എത്രത്തോളം നേടാൻ പറ്റിയിട്ടുണ്ട് എന്റെ ചോദ്യം. നേടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് വെൽത്ത്. ഞാൻ അതിനെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ വെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയാണ്, കൂടുതൽ കാരണം വെൽത്ത് എല്ലാവർക്കും കിട്ടണം, എല്ലാവർക്കും സമ്പത്ത് കിട്ടണം, ക്യാഷ് കിട്ടണം അല്ലെ. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം അല്ലെ. നമ്മളെ 90% പ്രശ്നങ്ങൾ സമ്പത്ത് ഉണ്ടായേ തീരൂലേ? യെസ് ഓർ നോ? ഒരു 90% പ്രശ്നങ്ങളും കയ്യിൽ പൈസ കിട്ടിയാൽ തീരൂലേ ചങ്ങാതിമാരെ? ഇല്ലേ? തീരും. ഞാനിത് കഴിഞ്ഞ മീറ്റപ്പിൽ പറഞ്ഞപ്പോ ഒരുത്തൻ പറഞ്ഞത് 90 സർ, 99 തീരും തന്നെ ഒരാള്. ആളിവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറയുന്നത്, നമ്മൾ അതിലേക്ക് സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ള ആളുകളോട് മാത്രം ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുള്ളൂ. അല്ലാത്തവരോട് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. ലൈഫ് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കാൻ എനിക്കൊന്നും പറയാനില്ല. ദയവേത് എന്നോട് ക്ഷമിക്കുക. ലൈഫിൽ ഇങ്ങനെ പോയാൽ പോരാ, ഒരു മാറ്റം വേണമെന്ന് അത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് തുടരുന്നുണ്ട്. എൻ്റെ വെൽത്തുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രാക്ടീസും സീക്രട്ടുകളും ഞാൻ കുറെ കഴിഞ്ഞ മീറ്റപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് മീറ്റപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഉദ്ദേശം കുറച്ചും കൂടെ അത് ആളുകൾക്ക് ഷെയർ ചെയ്യണം. വരും ദിവസങ്ങളിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ആ ഗോൾ സെറ്റിങ്ങും പാഷൻ കണ്ടെത്ത കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ അതെന്ത് ചെയ്യണം, എല്ലാം നിങ്ങളുടെ ആ പ്രാക്ടീസിന്റെ ആ സീരിയസ്നെസ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതല്ല കേട്ടോ, അതും കൂടെ മനസ്സിലാക്കുക. എത്രത്തോളം അവയർനെസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? പ്രാക്ടീസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് ടാപ്പിംഗ് വിത്ത് അവയർനെസ്. നിങ്ങളൊന്ന് എന്താ അവയർനെസ് എന്ന് പറഞ്ഞത്? ലുക്ക് ഇൻസൈഡ് അല്ലെ. ഒരു പ്രശ്നം വരുമ്പോൾ അകത്തോട്ട് നോക്കാനുള്ള ഒരു കഴിവാണ്. ക്ലിയർ അല്ലേ?
ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഉള്ളിലോട്ട് തന്നെ നോക്കാനുള്ള കഴിവാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ അവയർനെസ് കൂടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ അകത്തോട്ട് നോക്കുക. എവറിത്തിങ് ഈസ് ഇൻ, അല്ലേ? എല്ലാം അകത്തുണ്ട്. എന്റെ ലൈഫിൽ ആഗ്രഹിക്കുന്നതെല്ലാം, ഞാൻ ആഗ്രഹിക്കുന്ന വെൽത്ത് എന്റെ ഉള്ളിലുണ്ട്. ഇല്ല ഇല്ല എന്ന് നമ്മൾ തോന്നുകയാണ്. ആ എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ആരോഗ്യം അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കത് ലഭിച്ചിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ ലവ് ലൈഫ്, നമ്മുടെ ഫാമിലി, അപ്പൊ ഇപ്പൊ കിട്ടുന്നില്ല, വിചാരിച്ച പോലെ ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നും പലപ്പോഴും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൊമാൻസ് ഇപ്പോഴും അനുഭവിക്കുക എന്നുള്ളതാണ്. പലർക്കും ഇപ്പോഴും ആ ഒരു റൊമാൻസിലെത്തിയ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് സന്തോഷം. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ റൊമാൻസ് അനുഭവിക്കാൻ കഴിയണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് EFT. അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ EFT പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നിങ്ങളത് സീരിയസ് ആയി ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പോഴും റിലേഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അത് ആ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ മൂവി ടെക്നിക് എന്ന് പറയുന്നത്. EFTയിലെ ആദ്യ ബാച്ചുകളിൽ ഞാനത് പഠിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്ഡേറ്റഡ് ആയിരുന്നില്ല, അല്ലെ? നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മാറ്റങ്ങൾ വരും. അന്ന് ഏത് ബാച്ച്, 27th ബാച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 27 ലൈഫ് മാസ്റ്റർ 27, 28, 29, 30, 31 അല്ല 5 ബാച്ച് അവിടെ. പിന്നെ ഇവിടെ ഇപ്പം 3, 8, എട്ടാമത്തെ 7 ബാച്ച് ആയിട്ടുള്ളൂ. 7 ബാച്ചിൽ മാത്രം ആളുകൾക്ക് മാത്രമേ മൂവി ടെക്നിക്, പിന്നെ അഡ്വാൻസിൽ വന്ന ആൾക്കാർക്കും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, പിന്നെ ഒരു സെഷൻ, അന്നത്തെ സെഷൻ പങ്കെടുത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മൈൻഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ എന്റെ ചോദ്യം, ഞാൻ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ മൂവി കാണാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ മൂവി കാണാറുണ്ടോ? ഉണ്ട്. എല്ലാവരും കാണാറുണ്ട് അല്ലെ? എപ്പോഴും മൂവി കാണാറുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. എപ്പോഴും മൂവി കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ട് അല്ലേ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്, ചിലപ്പോൾ കാണാറുണ്ട്. ഏതാണ് ശരി? എപ്പോഴും കാണാറുണ്ട്, വല്ലപ്പോഴും കാണാറുണ്ട്, ഏതാണ് ശരി? നമ്മൾ എപ്പോഴും മൂവി കാണാറുണ്ട് എന്നുള്ളതല്ലേ സത്യം? എപ്പോഴും മൂവി കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും നിങ്ങൾ മൂവി കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലേ? സ്വർണോ, ഇപ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഞാൻ പറയാം. കഴിഞ്ഞ മൂവി ക്ലാസ്സിൽ പങ്കെടുത്തതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ ഇതില്? അന്നത്തെ മൂവി ഇപ്പോൾ മനസ്സിലോ, അന്നത്തെ ക്ലാസ് പങ്കെടുത്ത അനുഭവം നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ഓടുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അത് ഇങ്ങനെ ഓടുന്നുണ്ടാവും. മൂവി എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മൂവി എന്ന് പറഞ്ഞാൽ സിനിമ, വീഡിയോ. അറിയാത്ത ആൾക്കാർ പറയാട്ടോ. എങ്ങനെ? നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുക. നമ്മളിങ്ങനെ ഒരു വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പ്ലേ ചെയ്യൂലേ? അതാണ് മൂവി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതെങ്ങനെയാ കാണുന്നത്? കേവലം ചിന്തകളല്ല, അല്ലെ? ആണോ? അത് കേവലം ചിന്തകളല്ല, പിന്നെയോ ചിത്രങ്ങളാണ്, അല്ലെ? ചിത്രങ്ങളാണ്. എങ്ങനെയുള്ള ചിത്രങ്ങളാണ്? സ്റ്റിൽ പിക്ചേഴ്സ് അല്ല, അല്ലെ? അനങ്ങാത്ത ചിത്രങ്ങളല്ല, വീഡിയോ ചിത്രങ്ങളാണ്, ചലിക്കുന്ന ചിത്രങ്ങളാണ്, അല്ലെ? മൂവിങ് പിക്ചേഴ്സ് പറയും. നിരന്തരമായിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വീഡിയോ പോലെ. അപ്പോ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ മൂവി ഉണ്ടാവുന്നു. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴും മൂവി കാണുന്നുണ്ട്. ചിന്തിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മൂവി കാണുന്നുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ? ചിന്ത അപ്പൊ ഓഫ് ചെയ്യാൻ പറ്റുമോ?
ചിന്ത നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ചിന്തിക്കാത്ത സമയം എന്ന് പറയുന്നത് ഉറക്കിന്റെ സമയം നമ്മൾ പറയും അല്ലേ? അല്ലേ ഷാക്കിറ? ചിന്തിക്കാത്ത സമയം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയം. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പലപ്പോൾ ഉറക്കിൽ സംഭവിക്കുന്ന അത്തരം പല ചിന്തകളും ആയിരിക്കും. ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് എന്ത് ചെയ്യുന്ന ചിന്തകൾ വരുന്നുണ്ട് പല രൂപത്തിൽ. അതിന്റെ അർത്ഥം എപ്പോഴും നമ്മുടെ ഉള്ളിൽ മൂവി ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ലൈഫ് തന്നെ ഒരു മൂവി പോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ വെൽത്തിനെ കുറിച്ച് ഞാൻ പറയണമെന്ന് ഒരാൾ പറയുന്നു. ആദ്യം മൂവി എന്താന്ന് മനസ്സിലാവണം, അപ്പോഴേ വെൽത്ത് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. സീക്വൻസ് മൂവി മനസ്സിലായാലേ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മൂവി മനസ്സിലായാലേ നിങ്ങൾക്ക് ഹെൽത്ത് ചെയ്യാൻ പറ്റുള്ളൂ. മൂവി മനസ്സിലായാലേ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റം ഉണ്ടാവുള്ളൂ. എന്താണ് മൂവി? എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ മൂവി. കഴിഞ്ഞ കാലത്തിൽ ഓരോ ഓർമ്മകൾ നോക്കിക്കഴിഞ്ഞാൽ ചില മൂവികൾ നമ്മളെ എന്താക്കുന്നുണ്ട്? ഹാപ്പി ആക്കുന്നതാണ് അല്ലെ? സ്വർണം, ചില മൂവികൾ നമ്മളെ ഹാപ്പി ആക്കുന്നതാണ്. എന്നാൽ ചില മൂവികളോ നമ്മളെ സങ്കടപ്പെടുത്തണം. ശരിയല്ലേ? ചില മൂവികൾ നമ്മളെ ഹാപ്പി ആക്കുന്നതാണ്, ചില മൂവികൾ നമ്മളെ സാഡ് ആക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മളെ ഹാപ്പി ആക്കുന്ന മൂവിയുണ്ട്, സാഡ് ആക്കുന്ന മൂവിയുണ്ട് അല്ലേ സ്വർണം? നമ്മളെ ഹാപ്പി ആക്കുന്ന മൂവിയുണ്ട്, സാഡ് ആക്കുന്ന മൂവിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചോദ്യം, ഏറ്റവും കൂടുതലുള്ള മൂവി ഏതാണെന്നുള്ളതാണ്. ഹാപ്പി ആക്കുന്ന മൂവിയാണോ സാഡ് ആക്കുന്ന മൂവിയാണോ കൂടുതൽ കാണുന്നത്? സാഡാ കാണുന്നത്? ഇത്രയും കാലം EFT ചെയ്തിട്ടോ ഇപ്പോഴും എന്താ പറയാ? കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, സത്യം പറയണം കേട്ടോ. സാറേ ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല, അപ്പൊ സാഡേ കാണുള്ളൂ. അവയർനെസ് കുറയുമ്പോൾ നമ്മൾ ഏത് മൂവി കൂടുതൽ കണ്ടുകൊണ്ടിരിക്കും? അവയർനെസ് കുറയുമ്പോൾ നമ്മൾ ഏത് മൂവി കൂടുതൽ കണ്ടുകൊണ്ടിരിക്കും? സാഡ് മൂവീസ് കാണും. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ സാഡ് മൂവീസ് കൂടുതൽ കാണുന്ന? ഉത്തരം, നിങ്ങൾ അവയർനെസ് കുറയുന്നു, പ്രാക്ടീസ് കുറയുന്നു ഞാൻ പറയുന്നില്ല. പല ആളുകളും ടാപ്പ് ചെയ്യുന്നുണ്ട്, സാറേ എപ്പോഴാണ് നിർത്തേണ്ടത്, ഇത് എത്ര നേരം ചെയ്യണം എന്നാ അതിന്റെ അർത്ഥം എന്താ? കൈ കടിയുണ്ട്, നിർത്തട്ടെ. ചില ആൾക്കാരൊരു എനിക്കും വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ എന്റെ മുന്നിൽ ഇരുന്ന് കണ്ടേ, അത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഫീൽ ഇല്ലാതെ വെറുതെ ടാപ്പ് ചെയ്താൽ ചിലപ്പോ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. EFTക്ക് അങ്ങനെ ഗുണമുണ്ട്, വെറുതെ ചെയ്താലും റിസൾട്ട് ഉണ്ടാവാം. അതേസമയം പലപ്പോഴും റിസൾട്ട് കുറയുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എന്താ അവയർനെസ് എന്ന് പറഞ്ഞത്? വീണ്ടും മനസ്സിൽ അത് കോറിയിടണം കേട്ടോ. എന്താണ് അവയർനെസ്? മൂവിയിലേക്ക് വരുമ്പോൾ അവയർനെസ്സിന് ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവയർനെസ്? എന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് എന്ന് മനസ്സിലായപ്പോ, ഞാൻ ഇതുവരെ സംസാരിച്ച് മനസ്സിലായോ? നമ്മുടെ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണത്? ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം മൈൻഡ് ബോഡി കണക്ഷൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം സാഡ് മൂവിയാണ്. അത് മനസ്സിലായോ? ക്ലിയർ ആണോ ഇപ്പോ? അല്ല, ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം ചിന്തയാണെന്ന് പറഞ്ഞാൽ അത് കേവലം ചിന്ത മാത്രം അല്ല. ആ ചിന്ത എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? മൂവി ആകുമ്പോൾ അത് കേവലം ചിന്ത എന്നതിൽ ഒതുങ്ങൂല. ആ ചിന്ത എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? പറയൂ. ആ ചിന്ത സാഡ് മൂവി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പ്ലേ ബട്ടൺ ഓൺ ആണ്. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കൂലേ? സ്വർണ്ണ
ഈ റിപ്പീറ്റ് ഉണ്ടല്ലോ അല്ലെ, അറിയില്ലേ? അത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യൂ അല്ലെ? ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് വരെ? നമ്മൾ അത് ഓഫ് ആക്കുന്നത് വരെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എസ് ക്ലിയർ അല്ലേ? എങ്ങനെ അത് ഓഫ് ആക്കാം, അതാണ് ചോദ്യം വന്നത്. സാഡ് മൂവീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഈ ആവർത്തിച്ച് വരുന്ന ഈ സാഡ് മൂവീസ് ആണ് എന്റെ പ്രശ്നം എന്ന് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്? അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? അത് വെറുതെ വാക്കോട്ട് പറഞ്ഞാൽ പോരാ. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു സാഡ് മൂവി വർക്ക് ചെയ്യുന്നുണ്ട്. ആ സാഡ് മൂവി എന്ന് പറയുന്നത് ഒരു സാഡ് ഇൻസിഡന്റിൽ നിന്നുണ്ടായത് അല്ലേ? ആണോ അല്ലേ? അതൊരു സാഡ് സംഭവമാണ്. ആ സംഭവത്തിൽ ഒരു വ്യക്തി ആയിരിക്കും ചിലപ്പോൾ വലിയ പ്രശ്നമായിട്ട് അതിലുണ്ടാവുക. ചില വ്യക്തി ആവില്ല, ആ സംഭവമായിരിക്കും പ്രശ്നം ഉണ്ടാവുക അല്ലെ? ചിലപ്പം ആ സ്ഥലമായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ചിലപ്പോൾ അവിടെ കണ്ട കാഴ്ചകളായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ചിലപ്പോൾ അവിടെ കേട്ട ആ ഒരു ശബ്ദമായിരിക്കും അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ചിലപ്പോൾ അവിടുത്തെ ഒരു ദുർഗന്ധം, ഒരു ബാഡ് സ്മെല്ലായിരിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു ടേസ്റ്റ്, നാവിലിങ്ങനെ സ്മെല്ല്, ഉള്ളിൽ എന്തോ ഒരു ടേസ്റ്റ് പോലെ ഒരു രസമില്ലാത്തൊരു ടേസ്റ്റ് ഇറങ്ങിപ്പോയി അല്ലേ? നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നാവിലും തൊണ്ടയിലൊക്കെ ഒരു തരം ചവർപ്പ് അല്ലെങ്കിൽ കയ്പൊക്കെ ഫീൽ ചെയ്യാറില്ലേ? റൈറ്റ്? തോന്നിയിട്ടില്ലേ? യെസ് ഓർ നോ? ഇതിങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ച് എത്രത്തോളം ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് അറിയുന്നോ അത്രത്തോളം അതിനെ ഹീൽ ചെയ്യാനുള്ള സാധ്യത കൂടുന്നു. ക്ലിയർ അല്ലേ? ഈ അവയർനെസ് കുറയുന്നത് കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്തത്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? പ്രാക്ടീസിന്റെ മുമ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? ഈ അവയർനെസ് ആണ്. ഞാൻ എന്തിന് ഈ കാര്യം ചെയ്യണം? ഞാൻ എന്തിന് പ്രാക്ടീസ് ചെയ്യണം? ഞാൻ എന്തിന് എന്റെ കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളെ ഇപ്പോഴും ആലോചിക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. ക്ലിയർ അല്ലേ? ശരിക്കും മനസ്സിലാക്കുക. ഞാൻ പറയും കഴിഞ്ഞ കാലത്തെ നിങ്ങൾ മറക്കരുത്, ഓർക്കണം എന്നാ പറയാ അല്ലെ? സാറേ അതൊക്കെ ഞാൻ എത്ര തവണ മറക്കാൻ ശ്രമിച്ചതാണ്. സാർ എന്തിനാ അത് കുത്തിപ്പൊക്കുന്നേ? കുത്തിപ്പൊക്കണം. പക്ഷേ കുത്തിപ്പൊക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ അവയർനെസ് കൊടുക്കണം. എന്താണ് അവയർനെസ്? ഞാൻ എന്തിന് അതിനെ വീണ്ടും ഓർത്തെടുക്കുന്നു? എന്തിന്? അതിപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ ആ പോയിന്റ്? ഈ അവയർനെസ് ആഴത്തിൽ പതിയട്ടോ. ഞാൻ തീർന്നു എന്ന് വിചാരിച്ച പ്രശ്നമായിരുന്നു, പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റക്ക് ആവുന്നില്ലേ? തീർന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ച പല പ്രശ്നങ്ങളും ചില സമയത്ത് നമ്മൾ ട്രിഗർ ചെയ്യാറില്ലേ? യെസ് ഓർ നോ? നിങ്ങൾ മറന്നു പോയി എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചില സമയത്ത് നിങ്ങളെ കുത്തി നോവിക്കാറില്ല. അതിന്റെ അർത്ഥം എന്താ? ശരീരം നമുക്ക് നൽകുന്ന സിഗ്നലാണത്. എന്താ സിഗ്നൽ? നിങ്ങൾ ഇതിനെ ഹീല് ചെയ്യൂന്ന് ശരീരം നമ്മോട് സംസാരിക്കുന്നതാണ്. എത്ര പേർക്ക് അറിയാതെ? നിങ്ങൾ ഇതിനെ ഹീല് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ് ശരീരം നമ്മോട് പറയാണ്. അപ്പൊ അത് വരുമ്പോൾ സങ്കടം വരും. പക്ഷെ സങ്കടം വരുമ്പോ നമ്മൾ മനസ്സിലാക്കുക, സങ്കടം വരേണ്ട കാര്യമില്ല. അത് വന്നോട്ടെ അല്ലേ? അത് വന്നോട്ടെ. അത് വന്നിട്ട് അതിനെ ഹീല് ചെയ്ത് കളയാനുള്ള ഒരവസരം ലഭിച്ചതിന് താങ്ക് ഗോഡ്. അതാണ് അവയർനെസ് കേട്ടോ. മനസ്സിലായോ? മജീദ്ക്ക് മനസ്സിലായോ? ഇവിടെ നിങ്ങൾ കഴിഞ്ഞ കാലത്തെ പ്രശ്നം ശരിക്കും മനസ്സിലാക്കണേ. കഴിഞ്ഞ കാലത്തെ പ്രശ്നം ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറച്ചു വെച്ചത് കൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. നേരെ മറിച്ച് അത് കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ അത് കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്. എപ്പോഴും അറിയാം? കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ, യുവത്വമൊക്കെ കഴിയുമ്പോഴാണ് അറിയാം. കുറച്ച് പ്രായം കണ്ട് ചെല്ലുമ്പോൾ
ആ അസുഖം അവിടെ വേദന, ഇവിടെ വേദന എന്ന് പറഞ്ഞ് പല പേരുകളിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹീല് ചെയ്തത് വീണ്ടും ഓർമ്മ വരുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ വിചാരിക്കുന്നു ഹീല് ചെയ്തു എന്ന്, അതെന്തായിട്ടില്ല? ഹീലായിട്ടില്ല. അത് മനസ്സിലാക്കി അവയർനെസ് കേട്ടോ. പല ആളുകളും വിചാരിക്കുന്നത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല നിർത്തിയ ആൾക്കാർക്ക് ഇത് വീണ്ടും എന്തുകൊണ്ട് വരുന്നു? ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല. ഞാൻ ആദ്യം പറഞ്ഞുതരാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ 0 ആയി എന്ന് തോന്നുന്ന വിഷയം കുറച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരും. അപ്പൊ 0 ആയി എന്നുള്ളത് ആ പ്രശ്നത്തിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ആയിരിക്കും. പക്ഷെ ആ പ്രശ്നത്തിന്റെ മറ്റു ചില ആസ്പെക്റ്റുകൾ നമ്മൾ കാണാത്തത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാകും. അതിനെടുത്ത് ഹീൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാമിലി എന്ന രീതിയിൽ നടത്തുന്നത്. എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു ഫാമിലി നമ്മൾ ഉണ്ടാക്കുന്നത്? എനിക്കൊരു നിർബന്ധമുണ്ട്. എൻ്റെ അടുത്ത് EFT പഠിക്കാൻ വന്നവർ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താതെ, നമ്മൾ വിളിച്ചിട്ടും വരാത്തവരെ ഒന്നും ചെയ്യാല്ല. ഞാൻ പരമാവധി അറിയിക്കും, നിങ്ങൾ വരണട്ടോ അല്ലെ? അത് കുറച്ചൊരു സീരിയസ് ഉള്ള ആൾക്കാർക്ക് എങ്കിലും ഇതിനെന്ത് ചെയ്യണം? ഈ ഒരു അവയർനെസ് നിരന്തരമായിട്ട് ലൈഫിൽ ഉണ്ടാവണമെന്നും ഈ മാറ്റം പ്രാക്ടീസിലൂടെ ഉണ്ടാവണമെന്നും ആ ചേഞ്ച് കണ്ട് ആസ്വദിക്കാൻ എനിക്ക് പറ്റണം. ഞാനല്ലേ ഇത് പഠിപ്പിച്ചത്. നിങ്ങൾ റിസൾട്ട് പറയുമ്പോൾ നിങ്ങളേലേറെ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് അറിയോ അത്? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അവയർനെസ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം അല്ലേ? അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷം കൊണ്ടും ശരിയാവും. ആദ്യ ബാച്ചിൽ ആൾക്കാരൊക്കെ പറയും, നിങ്ങൾ ഒരു ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ടൊക്കെ ഒരുവിധം ബ്ലോക്കുകളൊക്കെ പോകും. ചിലപ്പോൾ എന്നാലും നിർത്താൻ പറ്റില്ല. ഇതിന്റെ EFTയുടെ ഒരു കാര്യം കൂടെ പറയാം. EFTയുടെ ഫൗണ്ടർ ഗാരി ക്രൈഗ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് പേഴ്സണൽ പീസ് പ്രൊസീജിയർ എന്നാണ്. PPP. അതിന്റെ പേരെന്താ? പേഴ്സണൽ പീസ് പ്രൊസീജിയർ. പീസ് എന്ന സമാധാനം. എന്താ അതിന്റെ ഉദ്ദേശം? നിങ്ങൾ ഒരു ദിവസം ഒരു വിഷയമെങ്കിലും എടുത്ത് നിങ്ങൾ ഹീൽ ചെയ്യണം, ടാപ്പ് ചെയ്യണം. എങ്ങനെ? ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും ഒരു ദിവസം ഒന്ന്. അങ്ങനെ നിങ്ങൾ 365 ദിവസം ചെയ്തു കഴിഞ്ഞാൽ 365 പ്രോബ്ലംസ് അല്ല ഹീലാവുക. അദ്ദേഹം പറയുന്ന കാര്യമാണ് നമ്മോട്. 365 ഒരു ദിവസം ഒരു വിഷയം ഹീൽ ചെയ്താൽ 365 ദിവസം അത്ര പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് എത്ര ചേഞ്ച് ചെയ്യും? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര വർഷം അല്ലെ, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞവർ വരെ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം ഒരു വിഷയം ഒരു പ്രശ്നം ഹീൽ ചെയ്തെങ്കിൽ നമ്മൾ എത്ര ലൈഫ് ചേഞ്ച് ചെയ്യും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത്ര സിമ്പിൾ അല്ലേ അത്? അത്ര സിമ്പിൾ ആണ് അദ്ദേഹം പറയാനും. ഒന്ന് മാത്രം എടുത്താൽ മതി. അത് കുറച്ച് സമയം ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ്സ് ദ പവർ ഓഫ് ഡെയിലി പ്രാക്ടീസ്. ഓക്കെ? അപ്പൊ അതുകൊണ്ട് ആ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാം എല്ലാവരും. അപ്പൊ ഞാൻ മൂവിയിലേക്ക് കിടക്കാം. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമ്മൾ മൂവി എല്ലാ ദിവസവും കാണാറുണ്ട് അല്ലെ? മൂവി എല്ലാ ദിവസവും നമ്മൾ കാണാറുണ്ട്. ഹീലിംഗ് ഏത് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാട്ടോ. പല ആളുകളും ചോദിക്കുന്നത് ഏത് സമയത്താണ് അല്ലെ? മൂവി ടെക്നിക്കില് എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതെ, 0 ആകുന്നതുവരെ ചെയ്യണം. ചിലപ്പോൾ 0 ആയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ചിലത് 0 ആയിട്ടുണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്താണ് സ്വാപ്പ് സെഷൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് മൂവിയുടെ ശരിക്കും പ്രത്യേകത എന്താ പറയുക? നിങ്ങൾ എപ്പോഴും ഒരാളെ കണ്ടെത്തണം. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ. നിങ്ങൾ വീട്ടിലിപ്പം ഫാമിലിയിൽ കുറെ ആൾക്കാർ ചെയ്യും, ഭാര്യയും ഭർത്താവും ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ കുറെ മെമ്പേഴ്സ് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ട് ഫോണിലൂടെ കണക്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പഠിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അങ്ങോട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ ഇവിടുന്ന് ടാപ്പ് ചെയ്യും, നിങ്ങൾ അവിടെ ടാപ്പ് ചെയ്യും, അത്ര മതി. നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പഴയതുപോലെ പഴയ ബാച്ചൊക്കെ ബഡി ടാപ്പിംഗ് ആണ്. അതായത് ഒരാളെ ശരീരത്തിൽ നമ്മൾ പോയിട്ട് ടച്ച് ചെയ്ത് എന്ത് ചെയ്യുക, ഹീൽ ചെയ്ത്. ഇപ്പൊ നമ്മൾ അങ്ങനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ടാപ്പ് ചെയ്യുന്നു, നിങ്ങൾ അവിടെ ടാപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? എന്നാൽ എനിക്ക് തിരിച്ചു നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അങ്ങനെയാണ് സ്വാപ്പർ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ ലീഡ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെയും
ലീഡ് ചെയ്യുന്നു. ആ രീതിയിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇപ്പോൾ ഞാനാണ് ചെയ്തു തരുന്നത്, നിങ്ങൾ എല്ലാവരും അവിടെ ചെയ്യണം. കുറച്ചും കൂടെ ഡീപ്പായി റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പക്ഷെ കുറച്ചും കൂടെ ആഴത്തിൽ നിങ്ങൾ റിസൾട്ട് കിട്ടണം. രണ്ടുപേരും ഇന്ന് ജോഡിയായിട്ട് ചെയ്യേണ്ട പ്രാക്ടീസ് ആണ്. മനസ്സിലായല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് സ്വാപ്പ് സെഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബഡി ടാപ്പിംഗ് അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങളും അവിടെ ചെയ്യും. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ചെയ്യാൻ പോവാണ്. അപ്പോ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ മൂവി കാണാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ മൂവി കാണാറുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ ഇരിക്കുന്ന എന്താ, ഇപ്പോഴും നിങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നത്തിന് പിന്നിൽ ഒരു മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പിന്നിൽ ഒരു മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് ആ മെമ്മറിയെ, ആ പ്രശ്നത്തെ ഒരു മൂവി ആയിട്ട് കാണുക എന്നുള്ളത്. അത് ഒന്നാമത്തെ പോയിന്റ്. ഇഫ് ഇറ്റ് വർ എ മൂവി, ഹൗ ലോങ് വുഡ് ഇറ്റ് ലാസ്റ്റ്? നിങ്ങൾ അതിനെ ഒരു മൂവി ആയിട്ട് കാണുകയാണെങ്കിൽ അത് ഏകദേശം എത്ര സമയമെടുക്കും? ഈ ടെക്നിക്കിൽ പറയുന്നത് ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും, ആ മെമ്മറി മൊത്തത്തിൽ, ആ സംഭവം മൊത്തത്തിൽ എടുക്കണം എന്നല്ല, ആ സംഭവത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു ഭാഗം അതെടുത്താൽ മതി. എല്ലാം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തോന്നുന്ന ഒരു വിഷയം, ഒരു പ്രയാസം, ഹീലാവാത്ത, അപ്പൊ അതെടുക്കുന്ന സമയത്ത് എത്ര സമയമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, ആ മൂവി, അതായത് സമയം എന്ന് പറയുന്ന മൂവി പ്ലേ ചെയ്യുന്ന ടൈം. ക്ലിയർ അല്ലേ? എന്താണ്? അതായത് നമ്മുടെ മൂവി പ്ലേ ചെയ്യുന്ന ഒരു ബിഗിനിങ് അല്ലെ, അതിനൊരു തുടക്കം ഉണ്ടാകും. ഒരു നാൾ അല്ലെ, നിങ്ങൾ സ്ക്രീന് പോലെയാണ് അത് കാണേണ്ടത്. അതിനൊരു തുടക്കം ഉണ്ടാകും. ആ സ്ക്രീനിൽ വരുമ്പോ എന്താണ്, അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും. വാട്ട് വുഡ് ബി ദ ടൈറ്റിൽ? വാട്ട് വുഡ് ബി ദ ടൈറ്റിൽ? ആ മൂവിക്ക് ഒരു പേര് കൊടുക്കണം അല്ലെ? എന്തായിരിക്കും പേര്? എന്തെങ്കിലും പേര് കൊടുക്കാം അല്ലെ? എന്താണ്? ഭീകര സ്വപ്നെന്നോ, അല്ലെങ്കിൽ എന്താണ് അത്ര ഓർക്കാൻ പറ്റാത്ത വിഷയങ്ങൾ. ചിലർക്ക് നഷ്ടബാല്യം, കുട്ടിക്കാലം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയാറുണ്ട്. എന്താണ്, പല പേരുകളും പറയാറുണ്ട് കേട്ടോ. കില്ലർ മൂവി അല്ലെ, എന്നെ കൊന്നു കളയുന്ന ഫീൽ ഉണ്ടാക്കിയ മൂവി എന്നൊക്കെ പറയുന്ന പല പേരിടാറുണ്ട്. ആ ഫീൽ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ, ടി വിയിലോ ഫിലിമിലോ ഒക്കെ നമ്മൾ കാണുന്ന പോലെ സ്ക്രീനിൽ അത് കാണുക, അതിനൊരു ടൈറ്റിൽ കൊടുക്കുക, മൂവിയുടെ പേര്. ക്ലിയർ അല്ലേ? നിരാശ, പെയിൻ മൂവി, ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. രണ്ടാമത്തെ പോയിന്റ് അതാണ്, എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് ഹൊറർ മൂവി എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് റൺ ദ മൂവി ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മൂവി മൈൻഡിൽ എന്ത് ചെയ്യാണ്? റൺ ചെയ്യുക. അതായത് പ്ലേ ബട്ടൺ നിൽക്കുക, പ്രസ് ചെയ്യുക. ആ മൂവി ഇങ്ങനെ വർക്ക് ചെയ്യട്ടെ. അപ്പൊ അതിന്റെ തുടക്കം എങ്ങനെയാണ്? then what happened next? what happened next? പിന്നെ സംഭവിച്ചു എന്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാം, കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഇവാലുവേറ്റ് SUD എല്ലാം പറ്റും കേട്ടോ. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചെന്ന് പറ്റും. ആ വേദന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകും. അത് പോകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. SUD എന്ന് പറഞ്ഞാൽ എന്താണ്? SUD എന്ന് പറഞ്ഞാൽ കാരണം കിട്ടണമെന്നില്ല കേട്ടോ. അത് എന്താണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത് അതെടുത്താൽ മതി. കാരണം കിട്ടണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ കാണുന്നത് എന്താണോ അത് എടുക്കുക. അപ്പൊ അതിന്റെ സ്കെയിൽ, SUD എന്താ? സ്കെയിലിംഗ് ആണ്. സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്റ്റർബൻസ്, സ്കെയിലിംഗ്, അതിന്റെ സ്കെയിൽ കാണും. അഞ്ചാമത്തെ സ്റ്റേജ്, ഇത് ഞാൻ പറയാം, ഇത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യും കേട്ടോ. ആദ്യം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ടേക്ക് എഡ്ജ് ഓഫ്. ആ മൂവിയുടെ മറ്റൊരു സ്കെയിലാണ് VOC എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കുക. VOC എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മൂവിയെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പേടിയായിരിക്കും അല്ലെ? ചില അബ്യൂസ് കേസുകളൊക്കെ ചിന്തിക്കുമ്പോൾ, അപ്പൊ എന്നോട് ഒരു ക്ലയന്റ് പറഞ്ഞതാണ്, സാറേ എന്നോട് അതിനെക്കുറിച്ച് ഓർക്കാൻ പറയരുത് ദയവേത്, ഞാൻ ഓർത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വീഴുന്നു. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ആ മൂവിയെ കുറിച്ച് ഓർക്കണം നിർബന്ധമില്ല. ഏത്? ജസ്റ്റ് അതിനെക്കുറിച്ച് ഓർത്താൽ മതി. അതായത് ആഴത്തിൽ ഓർക്കണ്ട. അപ്പൊ അതിനൊരു മൊത്തത്തിലൊരു മൂവി ആയിട്ട് എടുക്കുക. മനസ്സിലായോ? എങ്ങനെ? നിങ്ങൾക്ക് ഓർക്കാൻ പേടിയുള്ള മൂവി ആഴത്തിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലരുത് ആദ്യം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിന്റെ അരികൊന്ന് ക്ലിയർ ആക്കുക.
അതിലേക്കുള്ളൊരു ഡോറ് കിട്ടണ്ടേ? ഇപ്പൊ അത് അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അതിലേക്ക് എൻട്രി കിട്ടില്ലേ? എൻട്രി വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? തല ചുറ്റി വീഴും. നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതിനെക്കുറിച്ച് അതാ സെൽമ ഞാൻ പറയും, ശ്രദ്ധിക്കുക. എന്താ ചെയ്യേണ്ടത്? ആ പേടിപ്പിക്കുന്ന മൂവി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ആരോ പറഞ്ഞില്ല ഹൊറർ മൂവി, ഹൊറർ മൂവി, ഹൊറർ മൂവി എന്ന് ടാപ്പ് ചെയ്യാം. ക്ലിയർ അല്ല? അപ്പൊ അതിന്റെ പേരാണ് VOC എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ഓഫ് കൊഗ്നിഷൻ. അതായത് ഈ മൂവി പൊതുവെ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അതാണ്. ഈ മൂവി അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഒരിക്കലും ഓർക്കാൻ ധൈര്യമില്ലാത്ത മൂവി അല്ലെ? ഒരിക്കലും ഓർക്കാൻ ധൈര്യമില്ലാത്ത, ഇത് ശരിയാവില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് തീരുമാനിച്ച, അതാണ്. അതൊന്നും എനിക്ക് ലൈഫിൽ ഇനി ഓർത്തെടുക്കാൻ വയ്യ, ഞാൻ ഇത്രയും സഹിച്ചു, എനിക്ക് സഹിക്കാൻ വയ്യ, അങ്ങനെ പറയില്ലേ? അല്ല, അങ്ങനെ എന്നെ കൊണ്ടത് പറ്റില്ല, കഴിയില്ല, ഞാൻ ശരിയാവില്ല സാറേ, വെറുതെയാണ്, അങ്ങനെയൊക്കെ ചില ഡിസിഷൻസ് ഉണ്ടാവും, ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് അങ്ങനെ തന്നെ എടുക്കുക, ആഴത്തിൽ ഇറങ്ങണ്ട. അതാണ് എഡ്ജ് ഓഫ് കേട്ടോ. അതിന്റെ അരികുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അതിലേക്ക് ഇറങ്ങി പതിയെ പതിയെ നമ്മൾ ഇറങ്ങി ചെല്ലും എന്നുള്ളതാണ്. ക്ലൈൻ നരേറ്റ്സ് മൂവി. അപ്പൊ ആ മൂവി നമ്മൾ വിശദീകരിക്കുക. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആ സംഭവത്തെ നിങ്ങൾ അവിടുന്ന് പറയാം. നരേറ്റ് ചെയ്യാൻ എന്താ? ഒരാളോട് സംസാരിക്കും, കൗൺസിലിങ്ങിലൊക്കെ പറയുന്ന പോലെ പറയാന്നുള്ളത്. നിങ്ങൾ ആ മൂവി എന്ത് ചെയ്യണം? സംഭവിച്ച കാര്യങ്ങൾ പറയണം. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും, ചില രഹസ്യങ്ങൾ പറയാൻ മടിയുണ്ടാവും. ഞാൻ പറയില്ല, എനിക്കത് ഒരാളോട് പറയുന്ന ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സിൽ പറഞ്ഞാൽ മതി, പറയണ നിർബന്ധമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ മനസ്സിൽ പറയുക, ആഗ്രഹമല്ല. ആ സാഡ് മൂവിയാണ് കാണേണ്ടത് കേട്ടോ. സാഡ് മൂവി കണ്ടിട്ടാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത് അല്ലേ? ആ മൂവിയിൽ എന്താണ് സംഭവിച്ചത്? ആദ്യം എന്താ സംഭവിച്ചത്? അതിന്റെ ടൈറ്റിൽ നമ്മൾ കണ്ടു. ആദ്യം എന്താ സംഭവിച്ചത്, പിന്നെന്താ സംഭവിച്ചത്, പിന്നെ എന്താ നിങ്ങൾ അതിൽ കാണുന്നത്? സ്ക്രീൻ പോലെ പിന്നെന്താ കാണുന്നത്, പിന്നെന്താ കാണുന്നത്? യെസ്. അങ്ങനെ പോകുമ്പോ എന്താണ്, എവിടെയാണോ നിങ്ങൾ സ്റ്റക്ക് ആവുന്നത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? ഏതൊരു മൂവിയിലും ക്ലൈമാക്സ് ഉണ്ടാവും അല്ലെ? ക്ലൈമാക്സ് ഉണ്ടാവില്ലേ സ്വർണം? ആ മൊത്തത്തിൽ നടന്ന ആ പ്രശ്നത്തിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാകും, ഒരു സ്റ്റക്കായ ഷോക്കായുള്ള ഒരു മൊമെന്റ് ഉണ്ടാവും, ഫ്രീസ് ആയിപ്പോയി എന്ന് പറയും അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അത് ആ ഒരു മൊമെന്റ്, ആ ഒരു അപ്സെറ്റ് ആയുള്ള മൊമെന്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? എട്ടാമത്തത് നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റെപ്പ് പറയാം, ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാൻ പോവാണ്. എട്ടാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ആ മൊമെന്റിൽ ടാപ്പ് ചെയ്തു, നമ്മളത് ആ മൂവി എങ്ങനെ ടാപ്പിംഗ് അവസാനിപ്പിച്ചു. പിന്നെന്ത് ചെയ്തു? ആ മൂവിയെ വീണ്ടും ആലോചിക്കുകയാണ്. വീണ്ടും അതിനെക്കുറിച്ച് വലുതാക്കി, അതായത് ആദ്യം ചെറിയ സ്ക്രീനിൽ കണ്ടു, നമ്മളത് വലുതാക്കി, മാക്സിമം വലുതാക്കി നോക്കി, അതിന്റെ കളർ കൂട്ടി, അതിന്റെ റെസൊല്യൂഷൻ കൂട്ടി, അതിന്റെ എല്ലാം കൂട്ടി ബ്രൈറ്റർ ആക്കി നമ്മൾ പ്രൊവോക്ക് ചെയ്യും, ഇനിയും അത് എന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക എന്നല്ലല്ലോ കേട്ടോ. ഓർക്കാതിരുന്നാൽ നമ്മളത് അതിനെ മറച്ചു വെക്കലാണ്. ഓർത്താലും പ്രശ്നമില്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളത് അറിയില്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല EFT. നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് ആ പ്രശ്നം ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും. പക്ഷേ അത് ആദ്യം നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ അത് സങ്കടവും കരച്ചിലും ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കുന്ന സമയത്ത് ചിരി വരികയും ചെയ്യും അല്ലെ? ഓർമ്മയില്ലേ നിങ്ങൾ? പല പ്രശ്നങ്ങളും അങ്ങനെയല്ലേ? മുമ്പ് നമ്മൾ കരഞ്ഞ പല വിഷയങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരാറില്ലേ സ്വർണം? മുമ്പ് നമ്മൾ കരഞ്ഞ പല പ്രശ്നങ്ങളും പിന്നീട് ആലോചിക്കുമ്പോൾ ചിരി വരാറുണ്ട് അല്ലെ? അങ്ങനെ ചിരി വരുന്നതിന്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ഇമോഷണൽ ഇന്റൻസിറ്റി പോയി, നിങ്ങളുടെ ബ്ലോക്ക് മാറി എന്നർത്ഥം. ഇങ്ങനെയാണ് ബ്ലോക്ക് റിമൂവ് ചെയ്യാറുള്ളത്. കുറെ ആൾക്കാർ ചോദിക്കുക, എങ്ങനെയാ ബ്ലോക്ക് റിമൂവ് ചെയ്യുക? ആ പ്രശ്നത്തെ കൊണ്ടുവരിക, അത് ഫീൽ ചെയ്യുക, ടാപ്പ് ചെയ്യുക, സീറോ ആക്കുക. അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കണം, വീണ്ടും വീണ്ടും ആലോചിച്ചാൽ പോലും, കുത്തി 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 നോവിച്ചാൽ പോലും നിങ്ങൾക്ക് ആ വേദന ഉണ്ടാവാത്ത വിധം അത് നിങ്ങളെ വിട്ടു പോകുമ്പോൾ അത് മൂവി കംപ്ലീറ്റ് ആകും കേട്ടോ.
ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഏത് സംഭവം കൊണ്ടുവരാം കേട്ടോ, ഏത് സംഭവം നിങ്ങൾക്ക് കൊണ്ടുവരാം. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ അത് ഞാൻ പറഞ്ഞ VOC, അതാണ് നമ്മളെ 0 to 10 എന്ത് ചെയ്യാം, നമുക്കറിയാം. SUD എപ്പോഴും പറയുന്നത് എന്താ, ഒരു സ്പെസിഫിക് ഇമോഷനാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ സംഭവിച്ച, അല്ല, ആ ഒരു മൂവിയുടെ ഏറ്റവും പീക്ക് മൊമെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് SUD എന്ന് പറയുന്നത്. VOC എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല, ഞാൻ ശരിയല്ല, എന്താണ്, ഞാൻ സേഫ് അല്ല എന്ന് പറയുന്ന അങ്ങനത്തെ കുറെ വിശ്വാസങ്ങളായിട്ടുണ്ടോ. എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ, ഞാൻ ഓർക്കുന്നില്ല, നമ്മളത് അല്ലാതെ സെറ്റ് ചെയ്ത് വെച്ചാൽ നടക്കില്ല, പറ്റിയില്ല, തീരുമാനിച്ച ചില കാര്യങ്ങൾ. അതാണ് VOC എന്ന് പറഞ്ഞത് കേട്ടാ. അപ്പോ ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് അതുകൂടെ മനസ്സിലാക്കുക. ജസ്റ്റ് ലൈക്ക് യു ആർ പീലിംഗ് ആൻ അനിയൻ, നിങ്ങൾ ഓരോ ലെയറുകളായിട്ടാണ് പ്രശ്നങ്ങൾ എടുക്കേണ്ടത്, ഒന്നിച്ചെടുക്കരുത്. ഒരു ഉള്ളി, ആ ഉള്ളിയുടെ അകക്കാമ്പിൽ അതാണ് ഏറ്റവും വലിയ, അതിന്റെ അകത്താണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് അല്ലേ. ഏറ്റവും വലിയ എന്താണ്, ആ ഉള്ളിയുടെ എന്താണ്, ആ സത്ത കിടക്കുന്ന ഏറ്റവും ഉള്ളിലാണത്, ഉള്ളിൽ ചെല്ലുമ്പോഴാണ്. എന്ന് പറഞ്ഞ പോലെ പ്രശ്നത്തിന്റെ ആ റൂട്ട് കിടക്കുന്നത്, ആ മെയിൻ ഇമോഷൻ കിടക്കുന്ന ഉള്ളിലാണ്. അപ്പൊ അതിൽ നീ ഉള്ളോട്ട് ഇറങ്ങുമ്പോൾ പതിയെ 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 ലെയറുകളായിട്ട് ഇങ്ങനെ എടുക്കാന്ന്. ക്ലിയർ അല്ലേ? ഇങ്ങനെയല്ല നമ്മൾ ഉള്ളി പൊളിക്കുക. പക്ഷെ ഇങ്ങനെ പൊളിക്കുന്നത് പോലെ, ഉള്ളി നമ്മൾ കത്തിയോണ്ടാണ് അരിയല്ലേ, പക്ഷെ ഇങ്ങനെ ഉള്ളിത്തോല് പൊളിക്കുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രശ്നങ്ങൾ എടുക്കേണ്ടത്. സമയമെടുക്കും, സമയമെടുക്കും. ആദ്യത്തെ തൊലി പൊളിക്കാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസപ്പെടും. അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ഓരോ മെമ്മറി, ചിലപ്പോൾ കണ്ടു പേടിച്ചത്, കേട്ട് പേടിച്ചത്, ഫീൽ ചെയ്തത്, അങ്ങനെ പല വിഷയങ്ങളും മാറി മാറി വരും. അത് ഓരോന്ന് എടുത്തെടുത്തെടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? നമുക്കത് പറ്റുമെന്ന് മനസ്സിലാക്കുക. ഉള്ളി ഏറ്റവും കൂടെ പ്രത്യേകത എന്താ, ഉള്ളി പൊളിക്കുന്ന സമയത്ത്, ഉള്ളി തൊലിക്കുന്ന സമയത്ത് കരയാത്തവരും കരയും എന്നാ പറയാ അല്ലെ. കണ്ണിന്ന് വെള്ളം വരും എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥം നമ്മൾ കരയുന്നുണ്ട്, അത്ര ആഴത്തിൽ കരയുന്നില്ലെങ്കിലും കരയുന്ന പോലെ ഒരു ഫീൽ ഇങ്ങനെ വരും. ആഴത്തിലേക്ക് പോകണ്ട അതിന്റെ അർത്ഥം കേട്ടോ. ഉള്ളി തൊലിക്കുമ്പോ കരയുന്ന പറഞ്ഞ പോലെ ആഴത്തിലേക്ക് പോകണ്ട, ചെറിയ കണ്ണിലൊക്കെ വെള്ളം നിറയും. അപ്പൊ അതിങ്ങനെ പുറത്ത് വരും, വന്ന് 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 അത് ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയാണ് മൂവി ടെക്നിക്ക് നമ്മൾ ചെയ്യട്ടോ. ഓക്കെ, ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അത് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. അതായത് നമ്മളുടെ ചിലപ്പോൾ നിങ്ങൾ കണ്ടതാവില്ല, പിന്നെ കാണുക, സീന് മാറും, നിങ്ങളുടെ ചിന്ത മാറും, ഇമോഷൻ മാറും, ഇത് മാറിക്കളിക്കും കേട്ടോ. എന്താണോ നിങ്ങൾക്ക് വരുന്നത് അത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറയാം കേട്ടോ. നിങ്ങൾ ചെയ്തു തുടങ്ങിയ വിഷയമായിരിക്കില്ല പിന്നീട് ഉള്ളിൽ കയറി വരും, മറ്റു പല വിഷയങ്ങളായിരിക്കും. അത് വരുന്ന സമയത്ത് അതിനെന്ത് എടുക്കുക എന്നുള്ള കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ സൈസും അതിന്റെ ഷേപ്പും അതിന്റെ കളറും എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഇമാജിനേഷൻ ആട്ടോ. അത് നിങ്ങൾ ആ മൂവി നിങ്ങളുടെ ബോഡിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും, അല്ലെങ്കിൽ മനസ്സിൽ ഒരു വല്ലാത്തൊരു ഭാരം പോലെ ഫീൽ ചെയ്യും അല്ലെ. അങ്ങനെ പല രൂപങ്ങൾ വരും, കളറുകൾ വരും, സൈസ് വരും. പിശാചിനെ പോലെ, പ്രേതത്തെ പോലെ, ഭൂതത്തെ പോലെ പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വലിയ കല്ല് പോലെ, ഭയങ്കര ഭാരം, പല പേരും പലതും പറയും. എന്താണ് നിങ്ങൾ മനസ്സിൽ വരുന്നപ്പോൾ സൈസ് ഉണ്ടാവും, അതിന് ചിലപ്പോൾ അതിന് ഷേപ്പ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, എന്താണോ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. ചിലപ്പം ഷേപ്പ് വരില്ല, സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കളർ ഫീൽ ചെയ്യും, ചിലർക്ക് കളർ വരില്ല, ചിലർക്ക് അതിന്റെ ഭാരം ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് അതിന് കളർ കൊടുക്കാം, ഒരു കളർ കൊടുക്കാം. ഇമാജിനേഷൻ ആട്ടോ. ഇല്ലാത്തവർക്ക് ഇമാജിനേഷൻ കൊടുക്കാം. ആദ്യം ഇമാജിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിയാലിറ്റിയിൽ ഇങ്ങനെ പലതും വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വരുന്നത് വെച്ച് എന്താണോ വരുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിൽ അല്ലെങ്കിൽ മനസ്സിൽ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇത് നമ്മൾ വിശദമായിട്ട് പറയും കേട്ടോ, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പറയും. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ പ്രാക്ടീസിലേക്ക് കിടക്കാം. റെഡി അല്ലേ? ഓക്കെ, ഈ ചിന്ത നമ്മൾ വിട്ടുപോകും. സംശയമാണ്, ഇത് മാറില്ലേ ഡോക്ടറേന്ന് ചോദിച്ച പോലെ അല്ലെ. ഈ മരുന്ന് കഴിച്ച അസുഖം മാറില്ലേ? മാറും, റെഡിയാകും. പക്ഷെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കൂടെ ചെയ്യണം. റെഡി അല്ലേ? എന്റെ കൂടെ പോരാൻ തയ്യാറല്ലേ? ഫോളോ ചെയ്യാൻ റെഡി അല്ലേ? സോർണോ? എല്ലാരും അല്പം ഒന്ന് വെള്ളം കുടിക്കും. ഞാൻ അല്പം ഒന്ന് വെള്ളം കുടിക്കട്ടെ, സമയം എടുക്കണം അല്ലെ. അല്പം വെള്ളം കുടിക്കട്ടെ കേട്ടോ, അല്പം വെള്ളം കുടിക്കും.
ഓക്കെ, യെസ്. കണ്ടോ, നമ്മൾ 1 മണിക്കൂർ അവയർനെസ് എടുത്ത് കേട്ടോ. 1 മണിക്കൂർ എടുത്ത അവയർനെസ്, അങ്ങനെ അവയർനെസ് ഉണ്ടാവുമ്പോഴാണ് റിസൾട്ട് വരിക. അതുകൊണ്ടാണ് 1 മണിക്കൂർ നമ്മൾ അതിനെടുക്കുന്നത്. ഇനി നമ്മൾ 1 മണിക്കൂർ മുന്നേ തന്നെ അത് നമുക്ക് തീരണം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഇപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുകയാണ്. ക്ലിയർ ആവാത്ത പ്രശ്നം. അപ്പം ആദ്യം നമുക്ക് ജസ്റ്റ് തുടങ്ങാം. ടാപ്പിംഗ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുമ്പത്തെ ബാച്ചിലൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ടാപ്പ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ടാപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് ടാപ്പ് ചെയ്ത് തുടങ്ങുക. ടാപ്പ് ആൻഡ് ടോക്ക് എന്നുള്ള മെത്തേഡാണ്, അല്ല ടോക്ക് ആൻഡ് ടാപ്പ് കേട്ടോ. വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. എന്താണ് ഇപ്പോഴും നിങ്ങൾ ഒന്ന് കണ്ണടച്ചോളൂ. നിങ്ങൾ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ? ജസ്റ്റ് ഇമാജിൻ. കുറെ കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം അല്ലെ, കുറെ കാലമായിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. സഹിക്കുകയാണ് സാർ എന്നറിയില്ലേ? ഞാൻ സഹിക്കുകയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണത്? വാട്ട്സ് യുവർ ഫീലിംഗ്? അപ്പൊ ആ ഫീലിംഗ് കിട്ടിയവർ കണ്ണു തുറക്കുക. ടോപ്പ് ഓഫ് ദി ഹെഡ്. ഇടയ്ക്ക് നിങ്ങൾക്ക് കണ്ണടക്കാം കേട്ടോ. എന്ത് മെമ്മറിയാണ് നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് നോക്ക്. സെയിം ആണോ? നിങ്ങൾ ചിന്തിച്ചതിനെ കുറിച്ചുള്ള അതേ മെമ്മറി ആണോ, അതല്ല മറ്റെന്തെങ്കിലും മെമ്മറീസ് വരുന്നുണ്ടോ? ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത മെമ്മറി വരുന്നുണ്ടോ? ഓക്കെ, കൈ താത്തിയിട്ട് ഒന്ന് റീപ്ലൈ തരൂ കേട്ടോ. ഇഷ്ടമില്ലാത്ത, ഒരിക്കലും ഓർക്കാൻ താല്പര്യമില്ലാത്ത മെമ്മറീസ് വരുന്നില്ലേ? യെസ്. അപ്പം അതിന് നമുക്കൊരു മൂവി ആയിട്ട് കാണാം. റെഡി? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? ടാപ്പ് ചെയ്യാം. ഒന്നും കൂടെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണോ ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മെമ്മറി എന്താണോ അത് എടുക്കുക കേട്ടോ. അതിനൊരു മൂവിയായി കാണൂ. നിങ്ങളുടെ മുന്നിൽ സ്ക്രീൻ സങ്കല്പിക്കൂ. നിങ്ങളുടെ മുന്നിൽ സ്ക്രീനായിട്ട് നിങ്ങൾ കാണട്ടെ. എന്താണ് ആ സ്ക്രീനിൽ? എന്ത് മൂവിയാണത്? 3 to 5 minutes അല്ലേ? ഒരു 3 to 5 മിനിറ്റ് വരെയുള്ള ഒരു മെമ്മറിയാണ് ആ വിഷയം. ആ ഒരു മൂവി, ഒരു ഭാഗം, ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം. ആ സംഭവം ഇപ്പോൾ നിങ്ങൾ വേട്ടയാടുന്നുണ്ട്. കൈ കടയുന്നവർക്ക് കൈ മാറ്റാം കേട്ടോ. വലത് കൈ ഇടത് കൈ മാറ്റാം കേട്ടോ. ദിസ് മെമ്മറി, ദിസ് മൂവി, ആ മൂവിക്ക് ഒരു പേര് കൊടുക്കും. പേര് കിട്ടിയവർ കൈ താത്തിയിട്ട് പേര് ടൈപ്പ് ചെയ്യും. എന്താണ് ആ പേര്? മൂവിയുടെ പേര്, ടൈറ്റിൽ. ചീറ്റിംഗ്. ഓക്കെ. ചതി, കൊടും ചതി, ബാഡ് മൂവി. ചതിയാണ് കൂടുതൽ ആൾക്കാർ. ഗിൽറ്റി മൂവി, സങ്കടം, ചതി, പെയിൻ മൂവി. ഓക്കെ. മൈ ലവ്, ലോസ്റ്റ് ലവ്, ഫിയർ, ചീറ്റ്, ഷോക്കിംഗ്. ഓക്കെ, യെസ്. അപ്പോ ടാപ്പ് ചെയ്യാം. ദിസ് മൂവി എന്താണ്? ആദ്യം നമ്മൾ അതിന്റെ VOC എടുക്കട്ടോ. ദിസ് മൂവി എത്രയും നമ്പർ? ദിസ് നമ്പർ സ്കെയിൽ എത്രയാണ്? ദിസ് മൂവി
കുറച്ച് പേര് കൊലച്ചതി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമ്പർ 10, 5, 8, 9, വെരി ഗുഡ്. അപ്പൊ ദിസ് മൂവി, ദിസ് നമ്പർ, this movie, this number, this movie, കണ്ടു തുറന്നോളൂ. This movie, this number, this movie, this number, this pain, this mental pain, മാനസിക വേദന, this physical pain. നിങ്ങൾ എന്ത് പെയിൻ ആണ് വരുന്നത് നോക്കട്ടോ. എവിടെയാണ് ബോഡിയിൽ? എവിടെയാണ്? ഇൻ ദിസ് പാർട്ട് ഓഫ് മൈ ബോഡി, എന്റെ ശരീരത്തിൽ ഈ ഭാഗത്ത് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഈ വേദന, ഈ ഭാഗത്ത്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും ഭാരമുള്ള ഈ വേദന, ദിസ് മെന്റൽ പെയിൻ, മാനസിക വേദന, മെന്റൽ പെയിൻ. അതെവിടെ നിങ്ങൾക്ക് ഭാരം ഉണ്ടാക്കുന്ന? ബോഡിയിൽ നോക്കൂ, സ്കാൻ ചെയ്ത്. ദിസ് ഫിസിക്കൽ, അത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ഭാരമുണ്ട് അല്ലെ? ദിസ് ഫിസിക്കൽ പെയിൻ, ആ മെന്റൽ പെയിൻ നിങ്ങൾക്ക് നെഞ്ചിൽ ഭാരം ഉണ്ടാക്കുന്നുണ്ടോ? എവിടെയാണ്? ദിസ് ഫിസിക്കൽ പെയിൻ, ഈ ഭാരം. ഈ മൂവി, വല്ലാത്ത മൂവി അല്ലെ? സഹിക്കാൻ പറ്റാത്ത മൂവി, ഫിയർഫുൾ മൂവി, ഫ്രൈറ്റനിങ് മൂവി, വല്ലാത്ത മൂവി, വല്ലാത്ത മൂവി, സഹിക്കാൻ കഴിയാത്ത മൂവി. ഇപ്പോഴും ഈ മൂവി ഞാൻ കാണുന്നുണ്ട്, എങ്കിലും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോഴും ഈ മൂവി ഞാൻ കാണുന്നുണ്ട്, എങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു. I deeply and completely love and accept myself. Even though I have this movie, I deeply and completely love and accept myself. Relax. Okay. എന്താണ്? പറയൂ. ആ മൂവിയെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് 5 ആയില്ലേ? കുറഞ്ഞ ആൾക്കാർ. വിഷമം കൂടുന്ന ആൾക്കാർ ഉണ്ടാവും കേട്ടോ. നേരത്തെ വിഷമം പൂറാട് വരാത്ത ആളുകൾ ഇപ്പൊ വിഷമം കയറി വരുന്നുണ്ടോ? തീവ്രത കൂടി വരുന്നില്ല. പേടിക്കണ്ട, 0 ആയവരുണ്ട് ഇപ്പൊ കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ദിസ് മൂവി, ദിസ് പെയിൻ, ദിസ് മെന്റൽ പെയിൻ, this physical pain, ഈ ശരീരത്തിലെ പ്രശ്നം, മനസ്സിലെ പ്രശ്നം എന്താണ് നിങ്ങൾ പറയട്ടോ. പേടി, സങ്കടം, വിഷമം, എന്താ വെച്ചാൽ ഇപ്പോഴും അനുഭവിക്കുന്ന ഈ ശാരീരിക പ്രശ്നം, this pain in this part of my body, എന്റെ ശരീരത്തിൽ ഈ ഭാഗത്ത്, അതൊരു കളർ കൊടുത്തു നോക്കൂ. എന്തായിരിക്കും അതിന്റെ കളറ്? ഈ കളർ. അതിന് ഷേപ്പ് കൊടുക്കൂ. ദിസ് ഷേപ്പ്. ദിസ് സൈസ്. എത്ര സൈസ് ഉണ്ട്? ഏതുപോലെയാണത്? എന്റെ രൂപം, എന്റെ രൂപം എങ്ങനെയാണ്?
ടെക്സ്ചർ. അതിനെന്തെങ്കിലും സ്മെല്ലുണ്ടോ നോക്കൂ. എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടോ? ദിസ് ടേസ്റ്റ്. ഒന്ന് വായിൽ നോക്കൂ. എന്താണ് നിങ്ങളുടെ വായിലൊരു ഫീലിംഗ്? ദിസ് ടേസ്റ്റ്, ദിസ് സ്മെൽ, ദിസ് കളർ, ദിസ് ഫീലിംഗ്, ദിസ് ഫീലിംഗ്, ദിസ് ഫീലിംഗ്, ഈ ഫീലിംഗ്, ഈ മൂവി. ഇപ്പോഴും ചിന്തിക്കാൻ ധൈര്യമില്ലാത്ത, പേടി വരുന്ന ഈ മൂവി, ദിസ് നമ്പർ, ഈ നമ്പർ. സ്കെയിൽ എത്ര നോക്ക്. എവിടെയാണ്? ബോഡിയിൽ എവിടെയാണ്? ദിസ് പാർട്ട് ഓഫ് മൈ ബോഡി, എന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ഇൻ മൈ മൈൻഡ്, എന്റെ മനസ്സിൽ ഈ ഭാരം. എന്താണ് ഫീലിംഗ്? വിഷമം, പ്രയാസം, സങ്കടം, ദുഃഖം, പേടി. വാട്ട്സ് യുവർ ഫീലിംഗ്? നിങ്ങൾ ഫീൽ എന്താണ്? ദിസ് സൈസ്, എത്ര വലിപ്പമുണ്ട് അതിന്? ദിസ് സൈസ്. കളർ, എത്ര വെയിറ്റ് ഉണ്ട് അതിന്? ഭയങ്കര വെയിറ്റ് ഉണ്ടോ? കല്ല് പോലെയാണോ? ഇരുമ്പ് പോലെയാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെയിറ്റ് ഉള്ള പോലെയാണോ? ദിസ് വെയിറ്റ്. എവിടെയാണ് ബോഡിയിൽ അത്? ഏത് ഭാഗത്താണ്? എങ്ങനെയുള്ള വേദനയാണ്? തരിപ്പ്, നെഞ്ചരിച്ചിൽ, ചുട്ടുപൊള്ളൽ, കടച്ചിൽ, വേദന, കഴപ്പ്. പല പേരുണ്ടല്ലോ പല നാട്ടിലെ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പല പേരാണ് വേദനക്ക്. ദിസ് പെയിൻ, ഈ വേദന. കുത്തി പറിക്കുന്ന, അല്ലെ, വരിഞ്ഞു മുറുക്കുന്ന. എങ്ങനെയാണ് ആ വേദന? നിങ്ങളെ നാട്ടിൽ എന്താ അതിന് പേര് പറയാം? ഈ വേദന. എന്റെ ശരീരത്തിൽ ഈ ഭാഗത്തെ ഇപ്പോഴുണ്ടേ, സഹിക്കാൻ വയ്യേ. പുകച്ചില, വല്ലാത്ത വേദന, വല്ലാത്ത പുകച്ചില്, വല്ലാത്ത എരിച്ചില്, വല്ലാത്ത കാളല്, വല്ലാത്ത കൊളുത്തുപിടി, വല്ലാത്ത അവസ്ഥ, വല്ലാത്ത വേദന, വല്ലാത്ത ജാതി, വല്ലാത്ത ജാതി, വല്ലാത്ത വേദന, വല്ലാത്ത അവസ്ഥ, അല്ലേ? വല്ലാത്ത വേദന. ഈ ഭാഗത്ത് എവിടെ? ഭാഗം വിഷയിലാണ് ബോഡിയിൽ. എവിടെയാണത്? എങ്ങനെയുള്ള വേദനയാണ്? കടച്ചിൽ, വേദന, കൊളുത്തിപ്പിടി, എന്താണ്? കഴപ്പ്, നീറ്റൽ, നെഞ്ചരിച്ചിൽ, കാളൽ, പല പേര്. എന്താണ്? ഈ അസ്വസ്ഥത. ദിസ് പെയിൻ, ഈ മൂവി. വല്ലാത്ത മൂവി. വല്ലാത്ത മൂവി. വല്ലാത്ത ജാതി. ഇപ്പോഴും ഈ മൂവി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ഈ മൂവി എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, ഈ മൂവി എന്നെ ഇപ്പോഴും പ്രയാസപ്പെടുത്തുന്നുണ്ട്, എങ്കിലും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. I deeply and completely love and accept myself. Deeply and completely love and accept myself. കൈ താത്തിയിടുക, വലുത് എല്ലാവരും നെഞ്ചിൽ വെക്കുക, ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കുക. ടേക്ക് എ നൈസ് ഡീപ്പ് ആൻഡ് സ്ലോ ബ്രീത്ത്. ആഴത്തിൽ സ്ലോ ആയി ബ്രീത്ത് കേട്ടോ. ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ആഴത്തിൽ.
1 2 3 4 5 6 എണ്ണുക. ദെൻ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. ദെൻ ബ്രീത്ത് ഔട്ട് 1 2 3 4 5. ബ്രീത്ത് ഇൻ 1 2 3 4 5. Breathe out 1 2 3 4. Breathe in, take a nice deep and slow breath. 1 2 3 4 5. Breathe out 1 2 3 4. Relax. ഒന്ന് കണ്ണ് തുറന്ന് റിലാക്സ് ചെയ്തോളൂ. അല്പം വെള്ളം കുടിക്കുക. എല്ലാവരും അല്പം വെള്ളം കുടിക്കുക. ആ മൂവിയിൽ നിന്ന് പെട്ടെന്ന് അതിൽ പെട്ടെന്ന് പുറത്തു വരിക. ഓക്കെ, അയ്യൂബ് 0 ആയോ? കൺഗ്രാറ്റുലേഷൻ. എന്തായി റിസൾട്ട്? ഹാപ്പി ആയി? ഇത്ര പെട്ടെന്നോ? രചന 0 ആയി. ബുഷ്ര ബീവി നിങ്ങൾക്ക് ഉള്ളിലുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഉള്ളിൽ നിന്ന് പോവാണ്ട് കേട്ടോ. ബുഷ്ര ബീവി വെയിറ്റ് ചെയ്യട്ടാ. കുറെ ആൾക്ക് 0 ആയി. കമ്പയർ ചെയ്യണം കേട്ടോ. ചില ആൾക്കാർക്ക് ഇനിയും ആസ്പെക്റ്റുകൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓരോന്നെടുത്ത് പുറത്ത് ചെയ്യണം. 0 ആവാത്തവർക്ക് ചില ആസ്പെക്റ്റുകളിൽ കളിക്കുന്നുണ്ട്. 5-ലെത്തി. കുറെ ആളുകൾക്ക് നല്ല റിസൾട്ട്, നല്ല എനർജി വന്നിട്ടുണ്ട് കേട്ടാ. കുറെ ചില ക്വസ്റ്റ്യൻസ് കാണുന്നില്ല കേട്ടോ. എന്താണ് ഇപ്പൊ നിങ്ങളുടെ വിഷമത്തെ ക്ലിയർ ചെയ്യട്ടോ ജസീറ. ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാരോട് പറയാം. ആശ്വാസം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതിപ്പോ നമ്മൾ ചെയ്ത എന്താണ്? ബാക്ക് പെയിൻ ഉള്ളവരെ ആഴത്തിലേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മൂവിയെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഓരോന്നും എടുത്ത് ഒഴിവാക്കണം. ക്ലിയർ അല്ലേ? ഇപ്പൊ 0 ആയത് അതിന്റെ മെയിൻ പ്രശ്നമായിക്കോളണമെന്നില്ല. അതിൽ ഉള്ളിൽ കിടക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഉള്ളിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഷാഹിറ കൂടെ ചെയ്യട്ടാ. ആഷിഫ കൂടെ ചെയ്യട്ടാ. ഉള്ളിൽ ഇപ്പോഴും സപ്രസ് ആയി കിടക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇനി എന്ത് ചെയ്യാ? നേരെ ഇരിക്കാം. ആ മൂവി എന്ത് ചെയ്യാ? ഒന്നുകൂടെ കാണാം. ഷോൾഡർ പെയിൻ ഉണ്ട്, വിഷമമൊക്കെ റെഡിയാക്കാം കേട്ടോ. എല്ലാ പെയിനും കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യാ? സ്റ്റാർട്ട് ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. ആലോചിക്കാതിരിക്കലില്ല. സങ്കടം വരുമ്പോ ആലോചിക്കുക, വീണ്ടും ആലോചിക്കുക. അപ്പൊ സങ്കടം അധികം കൂടുമ്പോ എന്ത് ചെയ്യാ? ജസ്റ്റ് മൂവി എന്നിട്ട് ഒരാളുടെ ഇപ്പൊ ചെയ്ത പോലെ ടാപ്പ് ചെയ്യുക. എന്താണ് സംഭവിച്ചത് ആ മൂവിയിൽ? ആ മൂവി കാണും സ്ക്രീനിൽ. പിന്നെ എന്താ സംഭവിച്ചത്? മൂവിയുടെ പേര് ഓക്കെ ആണല്ലോ അല്ലെ? ഓൺ ആക്കിയില്ലേ? മൂവി പ്ലേ ബട്ടൺ ഓൺ ആക്കിയില്ലേ? ഓക്കെ. എന്താ സംഭവിച്ചത്? പിന്നെ എന്താ സംഭവിച്ചത്? എന്നിട്ട് ആ ദിവസം ആ ലൊക്കേഷൻ, അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? ആരൊക്കെ നിങ്ങൾ കൂടെ ഉള്ളത്? നിങ്ങൾ ആ വീഡിയോ പോലെ കാണും. എവിടെയാണ് നിങ്ങളെ കാണുന്നുണ്ട്? ആ ലൊക്കേഷൻ, ആ വ്യക്തികൾ ആരൊക്കെയാണ്? എന്താണ് പറഞ്ഞത്? എന്താ കേട്ടത്? എന്താ അവിടെ സംഭവിച്ചത്? ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ ഫീല് കിട്ടിയോ? യെസ്, ആ ഫീല് കിട്ടിയോ? അപ്പൊ ടോപ്പ് ഓഫ് ദി ഇയർ ഫീല് കിട്ടിയില്ലേ? എന്ത് സംഭവിച്ചു? എന്റെ സാറേ, ഇത് പറയാതിരിക്കാൻ നല്ലത് പറഞ്ഞാൽ ഒരു സാധനം എന്തോ സംഭവിച്ചു. ആ അപ്പൊ എന്താ ബോഡിയിൽ വേദന ഉണ്ടോ? വേദന ഉണ്ട് അല്ലേ? അപ്പൊ അത് ഫോക്കസ് ചെയ്യാം. ദിസ് മൂവി, ദിസ് മെമ്മറി, ദിസ് പെയിൻ, ദിസ് നമ്പർ. ഈ മൂവി, ഈ ഓർമ്മ, ഈ മെമ്മറി, ഈ വേദന, എന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത് ഇപ്പോഴുള്ള ഈ വേദന എങ്ങനത്തെ വേദനയാണ്? എങ്ങനെയുള്ള വേദനയാണ്? കടച്ചിൽ, നീറ്റൽ, നെഞ്ചരിച്ചിൽ, എങ്ങനെയാണ്? എങ്ങനെയായാലും കുഴപ്പമില്ല. ആ വേദന അങ്ങനെ തന്നെ പറയട്ടോ.
കണ്ടു തുറക്കുക, എന്റെ കൂടെ ചെയ്യാം. ദിസ് പെയിൻ. ഈ വേദന, കുത്തിപ്പറിക്കുന്ന വേദന, കടച്ചിൽ, നീറ്റൽ, എങ്ങനെ ഈ വേദന ഈ ഭാഗത്ത്, ഈ ശരീരത്തിന്റെ ഈ ഭാഗത്ത്, ഈ രൂപത്തിൽ, ഈ ഭാവത്തിൽ, ഈ കളർ, എങ്ങനെ കാണുന്നത്, കളർ, ഷേപ്പ്, ടേസ്റ്റ് എല്ലാം കാണും. ഈ മെമ്മറി, ആ മെമ്മറി കാണും. എന്താണ് വീഡിയോ, ഈ വീഡിയോ മെമ്മറി കാണും. എന്താ സംഭവിക്കും? ഹോ, സഹിക്കാൻ പറ്റാത്ത എന്തോ സംഭവിച്ചു അല്ലേ? ഈസ് ദിസ് മെമ്മറി, ദിസ് പെയിൻ, ഈ വേദന, വിഷമം, ദിസ് മെമ്മറി, ദിസ് പെയിൻ, ദിസ് പെയിൻ, ഈ വേദന, ഈ മെമ്മറി, ഈ വിഷമം എന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത്. ഖദീജ ചെയ്യണില്ലേ? അങ്ങോട്ട് എല്ലാരും കാണുന്നു കേട്ടോ. മജീദ് ഇങ്ങോട്ട്, ഇവിടെ ഇവിടെ ഇവിടെ, ഈ ഭാഗത്ത്, ഈ രൂപത്തിൽ. എവിടെയാണത്? എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദന, ഈ വിഷമം, ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഇപ്പൊ ചെയ്യാന്നുള്ള, അപ്പൊ ചോദ്യമല്ല കേട്ടോ സുലേഖ, ചെയ്യാൻ പറഞ്ഞേ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഉള്ളിൽ അത് ചെയ്യാന്നുള്ള ഈ അസ്വസ്ഥത ഒന്നുകൂടെ ചെയ്യാനോടുകൂടി, ഈ അസ്വസ്ഥത, ഈ വേദന, ഈ നമ്പർ. എത്ര നമ്പർ ഔട്ട് ഓഫ് 10? 10 ആണോ 9 ആണോ 8 ആണോ? എന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത്, ഈ രൂപത്തിൽ, ഈ കളർ, ഈ സ്മെൽ, ഈ ടേസ്റ്റ് ഇപ്പോൾ അസ്വസ്ഥമാക്കുന്നു, ഇപ്പോഴും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും, കരച്ചിൽ ഉണ്ടാക്കും, നോക്കാനുണ്ടാക്കും. എന്താണോ ഫീൽ, ബോഡി അതുപോലെ ഫീൽ കേട്ടോ. ചില ആൾക്കാർ ഓക്കാനിക്കാൻ വരുന്നത്, കരച്ചിൽ വരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, വരട്ടെ വരട്ടെ, കമോൺ. ശാന്തമായി അതിനെ നേരിടൂ കേട്ടോ. അതെല്ലാം ബോഡിയിൽ പുറത്തു പോവാണ്. യെസ്, ഈ അസ്വസ്ഥത, ഈ പ്രയാസം, ഈ മൂവി, ഈ അസ്വസ്ഥത, ഈ ഭാഗത്ത്, എന്റെ ശരീരത്തിന്റെ ഈ ഭാഗം, ഈ രൂപത്തിൽ എങ്ങനെ കാണും എന്റെ വിഷ്വൽ, ഈ കളർ, എന്റെ സൈസ് എത്രയാണ്, എന്റെ ഭാരം എത്രയാണ്, എന്റെ കളർ എന്താണ്, എന്റെ സ്മെൽ എന്താണ്, ഉള്ളത് ഫീൽ ചെയ്താ കേട്ടോ. വരുന്ന നിർബന്ധമൊന്നുമില്ല, വരുന്നത് ഫീൽ ചെയ്താൽ മതി. ഇപ്പോഴും എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേദന, വിഷമം, ഈ ശരീര വേദന, ഈ മാനസിക വേദന ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് പെയിൻ, ഇപ്പോഴും പറയാ, ഉറക്കെ പറയാ, ഇപ്പോഴും ഈ വേദന, ഈ നമ്പറിൽ, ഈ രൂപത്തിൽ, ഈ വിഷമം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ, ഉറക്കെ പറയട്ടോ, ലൗഡായി പറയാ, ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പറയാ, അത് പറയണം കേട്ടോ. ബോഡി പരമാവധി ഫീൽ ചെയ്ത് ഹാപ്പി പറയട്ടോ. ഞാൻ ആത്മാർത്ഥമായി ബോഡിയിലെ വൈബ്രേഷൻ ആണ് സ്നേഹം, സെൽഫ് ലവ് അല്ലേ? എങ്കിലും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, എന്നോട് ക്ഷമിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു. I deeply, completely and truly
love myself, forgive myself, accept myself. അഗാധമായും സത്യമായും പരിപൂർണമായും ഞാൻ എന്നെ സ്നേഹിക്കും, എന്നോട് ക്ഷമിക്കുന്നതിനായി. വലതുകൈ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ബോഡിയിലെ വൈബ്രേഷൻ ഫീൽ ചെയ്യട്ടോ. ഓരോ ശ്വാസവും അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. വളരെ സ്ലോ ആയിട്ട് ആഴത്തിൽ സ്ലോ ഡീപ് ബ്രത്ത് എടുക്കുക. 1 2 3 4 5 6. കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് 1 2 3 4. ബ്രീത്ത് ഇൻ 1 2 3. Breathe out 1 2. Breathe in 1 2 3 5 6. Breathe out 1 2 3 4 5 6. Relax. Relax your body. Relax your mind. Relax. കൈകൾ താത്തിയിട്ടു. Relax. വീണ്ടും കണ്ടു നോക്കൂ. ഷരീഫ് 0 അല്ലേ? കൺഗ്രാജുലേഷൻ. ഓക്കെ. അബിദ, ഷരീഫ, റഷീദ 0 ആയി. സുഹ്ര. മൂവിയെ കാണുന്നില്ല, പോയില്ലേ? ചിലപ്പോ മൂവി കാണൂല കേട്ടോ. ചിലപ്പോ മൂവി കാണും പക്ഷെ ഫീൽ ചെയ്യൂല. ഇതിന് റിസൾട്ട് എങ്ങനെ വരാനോ? മൂവിയൊക്കെ കാണും, ഫീൽ ചെയ്യൂല. ഇപ്പോഴും 5-ലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഡൗട്ട് അതുകൊണ്ട് ടാപ്പ് ചെയ്യട്ടോ. ടാപ്പ് ചെയ്യുക, വെറി ഡൗണ്ട്. ആരാ ഇവിടെ 5 എന്ന് പറഞ്ഞത്? കുറെ ആൾക്കാർക്ക് പല്ലുവേദന മാറി ഉഷാറായി അല്ലേ? ഓക്കെ, മൂവി ചേഞ്ച് ആയി. 1 ആയാൽ 0 ആകും. 0 ആക്കിക്കോളും. തലവേദന മാറിയില്ലെങ്കിൽ വീണ്ടും എടുക്കുക കേട്ടാ. ഇത് ചെയ്യാം. മാറാത്തവരുണ്ടെങ്കിൽ ഇത് ആവർത്തിച്ച് ചെയ്യട്ടോ. റിലാക്സ് ചെയ്ത് ചെയ്യാം, തുടർച്ചയായി ചെയ്യണ്ട. കുറെ മൂവികൾ ഒന്നിച്ച് വരുമ്പോൾ വരുന്നതൊക്കെ ഇതേപോലെ ചെയ്യാം. കുറെ വരും. മൂവി കണ്ടതിന് ശേഷം ഫുള്ള് ഹാപ്പിയാണ്, ഫുള്ള് തരിപ്പാണ്. ചെയ്യൂ, ടാപ്പ് ചെയ്യ. തരിപ്പ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴുണ്ട്. ടാപ്പ് ചെയ്യൂ. ടാപ്പ് 0 എല്ലാവരും ടാപ്പ് ചെയ്യും. 0 ആവാത്തവർക്ക് 0 ആക്കി കൊടുക്കട്ടാ. സെൽവ ഒന്നുകൂടെ ചെയ്യാം. വീഴാൻ പോകുന്ന പോലെ ഫീൽ, അത് അതുപോലെ പറഞ്ഞാൽ മതി. വീഴാൻ പോകുന്ന പോലെ ഫീൽ ഉണ്ട്, തരിപ്പുണ്ട്, ഇപ്പോഴും എന്തോ അസ്വസ്ഥതയുണ്ട്. കുറെ മൂവികൾ വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളിപ്പോ ടൈപ്പ് ചെയ്ത് അത് പറയാം. തലവേദനയിൽ തൊട്ട് കാലുവേദന അവസാനം കാലുവേദന അല്ലേ? ഇപ്പോഴും അസ്വസ്ഥതയുണ്ട്. ഇപ്പൊ പറയുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യാ? ഫീൽ ചെയ്യാം കേട്ടോ. എല്ലാവരും 0 ആക്കും. ഫൈസൽ ഇതുപോലെ ടാപ്പ് ചെയ്യാം. പേടി കൂടി എന്നാ പറയുന്നത്. പേടി കൂടിയതല്ല, ഉള്ളിലുള്ള പേടി പുറത്തു പോവാട്ടോ. പേടി മാറണതാ പറഞ്ഞല്ലേ? ഓക്കെ. നൗഷാദ്ക്ക് എന്തായി? മൂവി കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബോഡിയിലെ ഫീലിംഗ് മാറിയില്ലേ? മൂവി ചിലപ്പോ പോകും, ടാപ്പ് ചെയ്താണ് മൂവി പോകും, കാണൂല. അപ്പൊ മനോവിഷമുണ്ടെങ്കിൽ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതോടെ വാട്സ്ആപ്പ് നമ്പർ. ശരീരത്തിൽ അസ്വസ്ഥത പോയി, പക്ഷെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സഫൂറ, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, അത് അതുപോലെ പറയട്ടോ. എന്താ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റാത്തെ? എന്താ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്?
എനിക്ക് എന്താ പറ്റിയേ അതുപോലെ ഫീൽ ചെയ്യട്ടോ. എന്താ തലവേദന കൂടണേ? ശരിക്കും കൂടിയതല്ല, അത് ഉള്ളിലുള്ളത് പുറത്ത് പോവാണ്. കാൽവേദന, കൈവേദന, ഇപ്പോഴും ബാക്കിയുള്ളത് വരുന്നുണ്ട്. ക്ഷീണം തോന്നുന്നുണ്ട്. എന്താണോ കാണുന്നത് ചെയ്യട്ടാ. മനസ്സിൽ എന്താണോ കാണുന്നത്, ശരീരത്തിൽ എന്താണോ ഫീൽ ചെയ്യുന്നത്, മനസ്സിൽ എന്താണോ വിഷമം ഫീൽ ചെയ്യുന്നത്, ശരീരത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് വേദന അസ്വസ്ഥ അനുഭവിക്കുന്നത്, അത് അതുപോലെ ഫീൽ ചെയ്യാം. അത് രക്ഷപ്പെടാൻ നോക്കരുത് കേട്ടോ. രക്ഷപ്പെടാൻ നോക്കിയാൽ മാറൂല. രക്ഷപ്പെടാൻ നോക്കരുത്. ആ വേദന അതുപോലെ വന്നോട്ടെ നോക്ക്. വിറയൽ ടൈപ്പ് ചെയ്യൂ, ടാപ്പ് ചെയ്യൂ ഇതേപോലെ. ദേഷ്യം എന്നോടാണോ? എന്നോട് ദേഷ്യം തോന്നിയ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആളെ പേരേ പറഞ്ഞില്ല. തമാശ. സന്തോഷം കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ദേഷ്യമുള്ളത് അത് എന്നോടാണെങ്കിലും ഹീൽ ചെയ്യണം കേട്ടോ. ഞാനോടാണെങ്കിലും. നല്ല സ്മെല്ല് വരുന്നുണ്ട് സുനിക്ക. അത്തറിന്റെ സ്മെല്ലൊക്കെ കിട്ടും ചില ആൾക്കാര്. നിങ്ങൾ വെറുതെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളൊന്നും വരീഡ് ആവണ്ട. എന്തുണ്ടെങ്കിലും ജസ്റ്റ് ടാപ്പ് ഓൺ. ആ, എനിക്ക് ഭയങ്കര സംശയമാണ് അത് പറഞ്ഞ ടാപ്പ് ചെയ്യാൻ പൈസ. ഞാൻ സംശയ രോഗിയാണോ? തോന്നുന്നുണ്ടോ അവിടെ? ഭയങ്കര സംശയം. അപ്പൊ സംശയം ഉണ്ടാകുമ്പോ എന്താ തോന്നുന്നത്? വിഷമം തോന്നുന്നല്ലേ? എന്താ എനിക്ക് എപ്പോഴും സംശയം? അതുപോലെ ചെയ്യണം. മീൻ എന്താണ് ഫീൽ ചെയ്യും. ചിരി വരുന്നു അല്ലെ? നേരത്തെ സങ്കടം ഇപ്പൊ ചിരിയായി. ആ, അത് വരും. ഈ മൂവി, ഈ മൂവി അല്ലേ? ഈ വിഷമം, ഈ പ്രയാസം, എന്റെ ഈ അവസ്ഥ, ഈ വേദന, സ്പെയിൻ, ഇത് സ്പെയിൻ, ഈ അവസ്ഥ. ഉറക്കം വരുന്നുണ്ടോ? ഈ ഉറക്കം എന്താ എനിക്ക് ഉറക്കം വരുന്നത്? വരുന്നുണ്ടോ? പ്രശ്നം വരുന്നുണ്ടോ? മാറുന്നില്ലേ? വിട്ടുപോകുന്നില്ല തോന്നുന്നുണ്ടോ? പോകുവോ? പോകില്ലേ? മാറുവോ? മാറില്ലേ? സംശയത്തിലൂടെ പേടി വരും, അതാ പ്രശ്നം. അപ്പൊ പേടി പൈസ. പേടി, സംശയം, പേടി, സംശയം, പേടി, സംശയം, പേടി, വിഷമം. ക്യാമട്ട് ചെയ്യാട്ടോ. ക്യാമട്ട് ചെയ്ത് എന്താ ചെയ്യാ ചെയ്തോളൂ. ക്യാമട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റീപ്പൻ ഇടയ്ക്കൊരു ഡീപ് ബ്രീത്ത് എടുക്കാം. ഇടയ്ക്ക് ഡീപ് ബ്രീത്ത് എടുക്കാം കേട്ടോ. ബ്രീത് ഇൻ, ബ്രീത്, ബ്രീത് ഇൻ, ബ്രീത്, ബ്രീത് ഇൻ. എന്നാ നൂർജഹാൻ ഉറങ്ങണ്ട? ഇവിടെ അല്ലേ? ആ,
തമീഹ വിഷ്വൽ ചെയ്യട്ടാ. അടുത്ത മൂവി എടുക്കാം നിങ്ങൾക്ക്. ഇനി അടുത്ത മൂവി അത് വരുന്നില്ലേ? വേറെ മൂവീസ് എടുക്കാം. മറ്റെന്തെങ്കിലും ഓർമ്മകളുണ്ടോ? മൂവിയേക്കാണോ? മൂവിക്ക് പേരിടുക. എന്താ മൂവി പേരിടുക? മറ്റു വിഷമം എടുത്തോളൂ. ഇത് സീറോ ആവാത്തത് ചെയ്യുക. സീറോ ആയ ഒരു പുതിയ വിഷമം എടുക്കുക. എന്താണ്? ഒരു സംഭവം എടുത്തോളൂ. ഇവിടെ ചീറ്റിംഗ് പറഞ്ഞില്ലേ? സാമ്പത്തിക ചീറ്റിംഗ് പലതും പറഞ്ഞില്ലേ? ദിസ് മൂവി ചീറ്റിംഗ് മൂവി. എന്താണ് ഫീലിംഗ്? നിരാശ, സങ്കടം, വിഷമം, ദുഃഖം, പ്രയാസം. എന്താണ്? ശരീരത്തില് കടച്ചിൽ, കുത്തൽ, വേദന, നീറ്റൽ. എവിടെ? തലയുടെ മുകൾ ഭാഗം, കഴുത്ത്, കണ്ണ്, നെഞ്ച്, പുറംഭാഗം, അരക്കെട്ടിന്റെ ഭാഗം, കാൽമുട്ട്, കാൽ മസിൽസ്, കാൽപാദം എല്ലാം നോക്ക്. എവിടെയാണ്? എന്താണ്? എങ്ങനത്തെ വേദന? എവിടെയാണ്? കമോൺ, പിടിക്കവനെ. വേദന പിടിക്ക്. എവിടെയവൻ? പിടിക്കവനാണ്. എവിടെ? നോക്ക്, ലൊക്കേഷൻ നോക്ക്. വേദന മനസ്സിലാണോ? ഭാരം എവിടെ? എവിടെ? എന്താണ്? എന്താണ്? എവിടെ? എവിടെ? എന്താണ് ഭാരം? എവിടെ? വിഷമം, സങ്കടം, പ്രയാസം, ദേഷ്യം, വിഷമം, സങ്കടം. വേറെ എവിടെ? തമിക ഈ വിഷമം, തളർത്തുന്ന വിഷമം തൊണ്ടയിൽ പോകുന്നില്ലാണോ? എന്താ അറിയില്ല. എന്താണ് അവിടെ? എന്താ തൊണ്ട കുടുങ്ങിയോ? മുള്ളുടുങ്ങിയോ? ഉറക്കം, വിഷമം, മൂവി, വിങ്ങൽ, ഭാരം. എന്താണോ അത് അതുപോലെ ഫീൽ. ഇപ്പോഴും ഉണ്ട്. പുതിയത് എടുത്തോളൂ കേട്ടോ. മാറാത്തവർ പുതിയത് എടുക്കാൻ ലിസ്റ്റ് ചെയ്തോളൂ. ലിസ്റ്റ് ചെയ്തോളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ. ദിസ് മൂവി വല്ലാത്ത മൂവി. മാറാത്തതേ. ഫ്ലൈറ്റ് കയറാൻ പേടി. നസീർ കരയാനുള്ള പേടി. ആകാശത്തിന്റെ മുകളിലെ പേടിയാ. ഇത് ആകാശത്തിന്റെ മുകളിലുള്ള മൂവിയാ അല്ലെ? എയർപോർട്ടിലില്ല, മുകളിൽ പൊന്തിയാലാണ് മൂവി അല്ലെ? ദിസ് മൂവി ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള പേടി. ടാപ്പ് ചെയ്തോളൂ. സീറോ ആവാത്ത വിഷയങ്ങൾ എടുത്തോളൂ. ടാപ്പ് ചെയ്യൂ. കുറച്ച് സമയം കൂടെ ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്വയം ചെയ്യേണ്ടി വരും. കുറച്ച് സമയം കൂടെ നിൽക്കാം. സീറോ എടുത്തോളേ. ഇതേപോലെ ചെയ്യാം കേട്ടോ. ദിസ് മൂവി, ദിസ് പെയിൻ, ദിസ് മൂവി, ദിസ് പെയിൻ, ദിസ് മെമ്മറി in this part of my body, this color, smell, taste, feel, weight. എവിടെ? പെയിൻ ബോഡിയിലൂടെ. ബാക്ക് പെയിൻ പറയുന്നു. ഓക്കെ, എങ്ങനെയുള്ള വേദന? കമോൺ. എന്താണോ ഫീൽ അതുപോലെ എടുക്കുക. എന്ത് ഫീൽ ആയാലും സെയിം ഫീൽ എടുക്കണ്ട. ആങ്സൈറ്റി ആവും. തമിഴൊക്കെ ആങ്സൈറ്റി ഉണ്ട് കേട്ടോ. സംഭവിക്കും. ആങ്സൈറ്റി. ആങ്സൈറ്റി ഉള്ളവരെ നോക്കൂ കേട്ടോ. എന്താണ് ആങ്സൈറ്റി? ഭാവിയെ കുറിച്ച് ചിന്തിക്കും. അടുത്ത എന്തോ നിങ്ങൾ നേടാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് എന്തോ ഒരു ആങ്സൈറ്റി ഉണ്ട് അല്ലേ? ആങ്സൈറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തോളൂ. ആങ്സൈറ്റി, മെമ്മറി. ആങ്സൈറ്റി നല്ല ഫീൽ വരും. ടോപ്പ് ഓഫ് ദ ഡേ ദിസ് ആങ്സൈറ്റി. ഭാവിയെ കുറിച്ച് ആങ്സൈറ്റി, ബന്ധത്തെ കുറിച്ച് ആങ്സൈറ്റി, പണത്തെ കുറിച്ച് ആങ്സൈറ്റി. എവിടെയാണ്? ദിസ് ആങ്സൈറ്റി, ദിസ് മെമ്മറി. എന്താണ് മെമ്മറി? ദിസ് ആങ്സൈറ്റി, ദിസ് മെമ്മറി, ദിസ് മൂവി. ചെയ്തോളൂ കേട്ടോ. സീറോ ആക്കി അറിയിക്കപ്പെട്ടത് എല്ലാവരും സീറോ ആക്കിയിട്ട് ഇതേപോലെ അറിയിക്കട്ടോ.
കുറച്ച് സമയം നിങ്ങൾക്ക് വിട്ടു തരികയാണ്. റിസൾട്ട് അറിയിക്കുക എല്ലാവരും. മാറാത്ത ഏത് വിഷയം എടുക്കാം, എനി പ്രോബ്ലം ടാപ്പ് ചെയ്യുക, 0 ആക്കാം. ഓക്കെ, കുറെ ആളുകൾക്ക് 0 ആയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ, കമോൺ. യെസ്, കൺഗ്രാജുലേഷൻ, കുറെ ആൾക്ക് 0 ആയി. എനർജി വരുന്നുണ്ട്. ഓക്കെ, എന്താ റഹീന ഭയങ്കര ഹാപ്പി ആണല്ലോ. അടിപൊളിയായോ? സൂപ്പർ. തമീഹ കൺഗ്രാജുലേഷൻ, അനീഷ കൺഗ്രാജുലേഷൻ. ഓക്കെ, തകർത്തു എന്നാ പറഞ്ഞ. മുംതാസ് തകർത്തോ? ആരാ തകർത്തത്? നിങ്ങളല്ലേ? ഞാനല്ല, നിങ്ങൾ തകർത്തു അല്ലേ? ബ്ലോക്ക് തകർത്തു അല്ലേ? ഫൈസൽക്ക ചെയ്തോളൂ കേട്ടോ. സുഹൈന് ക്ലിയർ ആയില്ലേ? നിങ്ങൾ ടെൻഷൻ മാറ്റുക, ഹസ്ബൻഡിന് സുഖമായിക്കോളൂ കേട്ടോ. ഇതേപോലെ ചെയ്യാം. ആ പ്രശ്നങ്ങൾ വരുമ്പോ ഒക്കെ ചെയ്യാം. അതിനല്ലേ പഠിപ്പിച്ചെന്നത്. ഇതോട്ട് ഇരിക്കാനാണോ? ഇതെടുത്ത് ചെയ്യാ കേട്ടാ. സംതൃപ്തി ഹാപ്പിയായി 0 ആയി. ഓക്കെ, മൂവി തന്നെ മറന്നുപോയി. ഗ്രേറ്റ്, സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. മൂവിയിലും ചിലപ്പോ ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ ഹീല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ചില കാര്യങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ചെറുപ്പത്തിലേക്ക് ഇറങ്ങി ചെന്ന് 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 പോകുമ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അതായത് നമ്മൾ റീബേർത്ത് അഡ്വാൻസിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഫുള്ള് റേഞ്ച് മനസ്സിലാവുള്ളൂ. ഇതിന്റെ ശരിക്കും റേഞ്ച് മൂവിയിൽ പോലും പോകാത്ത ചില വിഷയങ്ങൾ ഡീപ്പർ ലെവലിൽ പോയിട്ട് അതിന്റെ ട്രോമയെ കണ്ടെത്തി അതിനെ ഹീൽ ചെയ്ത് ലൈഫിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊരവസരമാണ്. നിങ്ങളുടെ എനർജിയിൽ കളിക്കുന്ന ആ മെമ്മറി ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് സംഘടിപ്പിക്കുന്നത്. കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ? തസ്രീന അഡ്വാൻസ് വേറെ ലെവലാണ് മക്കളെ എന്നൊക്കെ പറയും. തസ്രീന സംസാരിക്കാവോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു അല്ലേ, വേറെ ആൾ നിങ്ങൾ ആരെങ്കിലും പറയുമ്പോ തസ്ലീന, നമുക്ക് തസ്രീനൊക്കെ ഒന്ന് സംസാരിക്കാൻ അവസരം കൊടുത്താൽ കേട്ടോ, അവരനുഭവം ഒന്ന് കേൾക്കാൻ. മൂവിയിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കിയ എല്ലാ ആളുകളും സന്തോഷം അറിയിക്കുകയാണ്.
പ്രാക്ടീസ് ചെയ്യട്ടോ, നന്നായി പ്രാക്ടീസ് ചെയ്യുക. പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പകുതിയിലധികം ഒരുപാട് സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. 40 സീറ്റുകൾ നമുക്കുള്ളൂ. കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അഡ്വാൻസ് എറണാകുളം വെക്കൂല, എറണാകുളം അഡ്വാൻസിലേക്ക് എത്തണം കേട്ടോ. അടുത്ത അഡ്വാൻസ് ദുബായിലേക്കായിരിക്കും, അപ്പൊ ദൂരം അതിലേറെ കൂടുതലേ. ഓക്കെ, 27, 28, 29 അല്ല ഡേറ്റ്? നസ്രീൻ ആരാ ഇവിടെ ഉള്ളത്? ഹലോ, റഷീദയാണോ? നമ്മുടെ ഹോസ്റ്റ് ആരാണ്? ഞാൻ നോക്കിയിട്ടില്ല. അപ്പോ ഇനി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് ഈ മാസം 27, 28, 29 3 ദിവസമാണ്. നസ്രീൻ അൺമ്യൂട്ട് ചെയ്തെടുക്കൂ. എവിടെ പോയി? അത് 27, 28, 29 തീയതികളിലാണ്. ഓക്കെ, 2 പ്രോബ്ലം 0 ആയി. എല്ലാത്തിനും ഇതേപോലെ 0 ആക്കാം കേട്ടോ. എല്ലാറ്റിനും ഇതേപോലെ 0 ആക്കാം. എനിക്ക് ശരിയല്ല, എനിക്കും ആണെങ്കിൽ തസ്രീനെ അൺമ്യൂട്ട് ചെയ്യാനല്ലേ. ഞാനിപ്പോഴാണ് നോക്കട്ടെ. തസ്രീനെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സംസാരിച്ചു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇപ്പോ വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പിന്നെ അഡ്വാൻസ് എല്ലാവരോടും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും EFTന്റെ ബേസിക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഡ്വാൻസിന്റെ ആ ഒരു പവർ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണം. പറയുമ്പോൾ തന്നെ ഇമോഷണൽ ആവുന്നു. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ബേസിക് കഴിഞ്ഞു, പിന്നെ അഡ്വാൻസ് കഴിഞ്ഞു, അതോടുകൂടി ഒക്കെ കഴിഞ്ഞു, നമ്മൾ എല്ലാം സെറ്റായി ആയിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അഡ്വാൻസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ശരിക്കും പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ളത്. അവിടെ നിന്നാണ് ശരിക്കും നമുക്ക് അവയർനെസ്, റിയൽ എന്താ പറയാ, അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഹലോ, കട്ടായി പോകുന്നു, ക്ലിയർ ഇല്ല. ആദ്യം കേട്ടു, അന്നോട് പറഞ്ഞോളാം. കേൾക്കുന്നുണ്ടോ? ഒന്ന് റേഞ്ചിന്റെ അടുത്ത് മാറിയാൽ നന്നാവും. മാറി നിൽക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ. അപ്പൊ ബേസിക് ലെവലിൽ ശരിക്കും നമ്മുടെ എന്താ പുറം ഭാഗം അടിച്ച് തുടച്ച് മിനുക്കി വെച്ച് അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ അഡ്വാൻസിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് നമ്മളെ തിരിച്ചറിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് എന്താണ് നമ്മുടെ വിഷയം, എന്താണ് നമ്മുടെ പ്രശ്നം, ശരിക്കും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ EFTയിൽ എത്തിപ്പെട്ടതാണ് ഞാൻ. ചെറിയൊരു ഡ്രൈവിംഗ് ഫിയർ ഉണ്ട്, അതൊന്നും മാറ്റിയെടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതായിരുന്നു. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഓരോരോ വിഷയങ്ങളും കണ്ടെത്തി ഹീൽ ചെയ്യാൻ പറ്റിയത് അഡ്വാൻസിലാണ്. നമ്മൾ മൂന്ന് ദിവസത്തെ ഇഞ്ചിവരയിൽ വെച്ചിട്ട് നടന്ന ഒരു അഡ്വാൻസ്, അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത് അത്രത്തോളം ഇപ്പോഴും അതിന്റെ ആ ഒരു വൈബ്, അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയതും എന്താ പറയാ, നമ്മളെ ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സംഗതിയും ആ 15 വയസ്സ് വരെ നമ്മൾ അനുഭവിച്ചതിന്റെ ഒരു റിപ്പീറ്റേഷൻ മാത്രമാണ്. അപ്പൊ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇനി അങ്ങോട്ടുള്ള ലൈഫെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ജീവിതത്തിന്റെ സാഫല്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നതാണ് അനുഭവത്തിലൂടെ മനസ്സിലായത്. അത് മാത്രമല്ല, ശരിക്കും നമ്മൾ ദൈവത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്താൽ മതി. നമുക്ക് എന്താ പറയാ, നമ്മുടെ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നില്ല. ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, എന്തിനെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അഡ്വാൻസ് ചെയ്യണം. അത് എക്കോ ഹീലിംഗ്, റീബർത്ത്, റീമാരേജ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ബേസിക്കലി ഒരിക്കലും നിൽക്കരുത്. ബേസിക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്വാൻസിന് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും പോയിരിക്കണം. അത് ആ ഒരു ക്യാഷ് ഒന്നും നിങ്ങൾ ഒരിക്കലും നോക്കരുത്. അതൊന്നും ഒരിക്കലും
ആ ക്യാഷിൽ ഒതുങ്ങുന്നതല്ല സാർ നമുക്ക് തന്നത്. പറയുമ്പോൾ അത്രയും ഇമോഷണൽ ആയി പോകുന്നു. അത്രയും റിസൾട്ടാണ്, അത്രയും ഒരു ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ലൈഫ് നമ്മളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ആ ഒരു മാറ്റം, ഡിഫറൻസ് ആഫ്റ്റർ അഡ്വാൻസ് ബിഫോർ അഡ്വാൻസ്. അപ്പോ അത്രയും നമ്മുടെ ഈ ഫാമിലിയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാക്സിമം ശ്രമിക്കണം അഡ്വാൻസ് ചെയ്യാൻ. അതൊരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടാവില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് തസ്രീനക്ക് ഇതിങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചു കേട്ടോ. ഇങ്ങനെ നിരന്തരമായിട്ട് ചാറ്റ് ബോക്സ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന മൂവിയിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഒന്നും കൂടെ ആഴത്തിൽ ഇതിന്റെ ഉള്ളറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഡ്വാൻസ് ചെയ്തിരിക്കണം. കാരണം ഉള്ളിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് റീബേർത്ത്, നിങ്ങൾ ആ കുഞ്ഞായിരിക്കും അനുഭവിച്ച ട്രോമയൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല പല ആളുകൾക്കും. അത് ശരിക്കും പുറത്തിട്ട് ഒഴിവാക്കുന്ന ഒരു രീതിയുണ്ട്. അത്രയും നല്ല രീതിയിൽ മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ അഡ്വാൻസ് ഇല്ല, വയനാട്ടിലേ സംഘടിപ്പിക്കുള്ളൂ. ഇപ്പൊ വയനാട്ടിലെ സംഘടിപ്പിക്കുള്ളൂ. പിന്നെ ദുബായിൽ പദ്ധതിയുണ്ട്, അതൊക്കെ അറിയിക്കും. ഒക്കെ വരുന്നത് അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത്. ഇപ്പോഴത്തേതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ അവസരം പരമാവധി ആൾക്കാർ ഉപയോഗപ്പെടുത്തുക. എനിവേ, അപ്പോൾ എല്ലാവർക്കും, അപ്പൊ അത് ജോയിൻ ചെയ്ത ആളുകൾ കൺഗ്രാജുലേഷൻ. ഞാൻ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഫീഡ്ബാക്ക് നമുക്ക് സമയം അധികം ഇല്ല. ഓക്കെ, ആരെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതേപോലെ എടുത്ത് പ്രാക്ടീസ് ചെയ്യട്ടോ. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ഇതേപോലെ ചെയ്യൂലേ? ണോ? അടിപൊളി, നന്നായിട്ട് ചെയ്യുക. ഇപ്പൊ 0 എത്തിയത് ഓരോന്ന് എടുത്ത് 0 ആക്കി ഫുള്ള് ക്ലിയർ കേട്ടോ. ഓക്കെ, ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? യെസ്, 650ഓളം ആളുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ബിസിയായി പോയതായിരിക്കാം. അപ്പോൾ ബിസിയായി പോയ ആളുകൾക്ക് അത് ഇതിന്റെ കണക്ഷൻ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് നമ്മൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആർക്ക് മിസ്സാവരുത് എന്നുള്ളതാണ് നമ്മളെ വലിയ ആഗ്രഹം. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആരും സംസാരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് സമയം ഞാൻ നൽകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി സംസാരിക്കണം, അറിയിക്കണം, പ്രാക്ടീസ് റിസൾട്ടൊക്കെ LTCയിലും അതുപോലെ എന്താണ് ഗ്രൂപ്പിലൊക്കെ എന്താണ് ഷെയർ. EFT ഫാമിലി എന്നുള്ളതാണ് നമ്മളെ ഗ്രൂപ്പ്. ഇതിൽ പല ആളുകളും പഴയ ഗ്രൂപ്പുള്ള ആൾക്കാർ ഇപ്പോഴും അറിയാത്തവരുണ്ട് എന്നുള്ള ഒരു വിവരം ഞാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അറിയാത്തവർ ആരെങ്കിലും നിങ്ങൾ കൂടെ ഉള്ളവർ ഇപ്പോഴും പഴയ ഗ്രൂപ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ദയവായിട്ട് അറിയിക്കുക. കാരണം എനിക്ക് പേഴ്സണലി ഇതൊക്കെ എന്നേ തുടങ്ങിയത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് മെസ്സേജ് ഇന്നലെ പോലും എനിക്ക് വന്നിട്ടുണ്ട്. അതായത് മാസം 3 എന്നിട്ടും വിവരം അറിയാത്തവരുണ്ട്. അപ്പൊ നമ്മളെ കൂടെയുള്ള ആളുകളെ എന്ത് ചെയ്യാം, പരമാവധി അറിയിക്കുക കേട്ടോ. ഖദീജ. സർ താങ്ക് യു സർ, താങ്ക് യു. ഇതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കണ്ണു കണ്ടു. ഞങ്ങൾ ഇസ്മായിൽ സാറൊക്കെ കൂടെ ഒക്കെ മൂവി ചെയ്യലുണ്ട് സർ. പക്ഷെ ഡെയിലി ചെയ്യലുണ്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇന്ന് ഒരു വേറിട്ടൊരു അനുഭവം. താങ്ക് യു സർ, താങ്ക് യു. ഇത് തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കി തന്നിരുന്നു. റിസൾട്ട് കിട്ടട്ടെ പ്രാർത്ഥിക്കാം. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും മികച്ച റിസൾട്ട് കിട്ടി. എടാ സുലൈക്ക, പേടി ഫുള്ള് മാറും. നിങ്ങളുടെ സംശയത്തിന് ടാപ്പ് ചെയ്യേണ്ട പൈസ കേട്ടോ. ഓക്കെ, സുലൈക്ക പറയുന്നോ? ഞാൻ അൺമ്യൂട്ട് ചെയ്ത്. ശരി. ഹലോ, പറയൂ. ഞാൻ കഴിഞ്ഞ ബാച്ചിൽ വന്നതാണ്. പക്ഷെ എന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. തീരാൻ പാടില്ലല്ലോ, ഓരോന്നോരോന്നെടുത്ത് ചെയ്യണ്ടേ? അയ്യോ, മോന് പ്രശ്നങ്ങൾ കൊറേ മാറിയില്ലേ? അതിന് നന്ദി പറയാ. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പറഞ്ഞിട്ട് ഇതേപോലെ ചെയ്യട്ടോ. ഇതേപോലെ മൂവി എടുത്ത് ചെയ്യാം കേട്ടോ. എല്ലാം മാറും കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ ആരാണ്? ഒരാൾ റഹീന അല്ലേ? റഹീന. എന്താ റഹീനൊക്കെ എന്താ പറയാനുണ്ടല്ലോ? താങ്ക് യു സർ. ഞാന് പല പ്രാവശ്യം എടുത്ത് ഹീൽ ചെയ്തൊരു
കാര്യം ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു സംഭവം. ആ. സത്യം പറയാം, മൂവി എടുത്തിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഇമോഷണലി എന്താ പറയണ്ടേന്ന് അറിയില്ല, അത്രയും നന്നായി ഹീലായി. ഒരുപാട് നന്ദിയുണ്ട്. Okay. നമ്മള് ചെറുതാണെന്ന് വിചാരിച്ചിട്ട് വിടുന്ന ചില കാര്യങ്ങൾ നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് അതിനുശേഷം വേറൊരു സംഭവം കൂടി എടുത്ത് ഏകദേശം അതുപോലെ ആയിരുന്നു. പക്ഷെ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമോഷൻസ് ഒന്നും വന്നില്ല. താങ്ക് യു. ഓക്കെ, അത് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ പോയപ്പോ രണ്ടാമത്തെ ഓട്ടോമാറ്റിക്കലി പോയതായിരിക്കും കേട്ടോ. അങ്ങനെ സംഭവിക്കും കേട്ടോ. ഓക്കെ, റസീന ചെയ്യട്ടോ. വിഷ്വൽ ചെയ്യലല്ല, മൂവി ചെയ്യലാണ്. ഇന്ന് വിഷ്വൽ ചെയ്യാൻ വന്നതല്ല. റസീന മൂവി തുടരുക ചെയ്യാം. മെമ്മറി പലതും കയറി വരും, വന്നോട്ടെ. റസീന കേട്ടല്ലോ, വിഷ്വൽ ചെയ്യലല്ല മൂവി ചെയ്യലാണ് കേട്ടോ. അയ്യൂബ് എന്താ പറയുന്നേ? ഹാജറാണ്. സാർക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഞാന് സപ്ത ഹോട്ടലിൽ ഉണ്ടായിരുന്ന അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നേ. ക്യാമറ ഓഫ് ആക്കി. സെസ്ലീന മാം ഇപ്പൊ പറഞ്ഞല്ലോ, എന്താണ് നമ്മള് ഒരു ക്യാഷ് ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. അന്ന് ഞാൻ വിചാരിച്ചു ഇത്രയും ക്യാഷ് മുടക്കിയിട്ട് എന്തിനാണ് ഇപ്പൊ ഇതിനൊക്കെ പോണത്. അങ്ങനെ അപ്പൊക്കൊരു അന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി, അത്ര ക്യാഷ് കൊടുത്താലും കിട്ടാത്തൊരു അത്ര അസറ്റാണ് നമുക്ക് നമ്മളെ ജീവിതം, നമ്മളെ ലൈഫ് നമുക്ക് തിരിച്ചു തരുന്നത് ഈ ഒരു EFT എന്ന് പറഞ്ഞൊരു സംഭവം. ഇതിന് ശേഷം ഇപ്പൊ എനിക്കിപ്പോ 37 വയസ്സുണ്ട്. 37ാമത്തെ വയസ്സിലപ്പോ ഞാൻ ഉംറക്ക് പോയി വന്ന്, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ പോയി വന്ന് കഴിഞ്ഞ മാസം 2 മാസം മുന്നേ. പിന്നെ ഇപ്പൊ നാളെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കാണ്ട്. അത് ഇംഗ്ലീഷിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സാറിന്റെ പ്രാർത്ഥന വേണം, സാറിന്റെ അനുഗ്രഹം വേണം. ഞാൻ സാറിനോട് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഠിക്കണോ, എനിക്ക് അങ്ങനെ കരഞ്ഞു കുറെ കാര്യങ്ങൾ ബ്ലോക്കുകൾ അതൊക്കെ ഇപ്പൊ നീ ഇപ്പൊ ഞാനൊരു ലെവലിലെത്തി. ഇനി മുന്നോട്ട് പോകണം ആഗ്രഹമുണ്ട്. അപ്പൊ സാറിന്റെ അനുഗ്രഹങ്ങളൊക്കെ വേണം. നാളെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഇംഗ്ലീഷിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഓൺലൈൻ ക്ലാസ് ആണ്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. എത്ര പറഞ്ഞാ തീരാത്ത. ഓക്കെ, ഇവരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് അധ്യാപിക ആവാൻ, പക്ഷെ പറ്റിയില്ല. ഇപ്പൊ അതാണ് അവർ മുതലെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷിലെ ക്ലാസ് എടുക്കുന്നത് ആ ഒരു നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുകയാണ് അവർ ചെയ്യും. ഓക്കെ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് അഡ്വാൻസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളൂ, കൂടുതൽ പറയാനില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു 3 ദിവസം വരാനുമില്ല, എനിക്ക് കിട്ടാനുമില്ല. അത് അനുഭവിച്ചേ മനസ്സിലാവും. വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അതിനെ വിസ്തരിക്കാനോ, അതുകൊണ്ട് തന്നെ ആദ്യം സാറിന് അഡ്രസ് ചെയ്യാതിരുന്നത് കൊണ്ട് അത് എങ്ങനെ പറയാൻ വാക്കുകളിൽ. കാരണം അത്രയും അനുഭവിച്ച ആ ഫീലിങ്സ് അത്രയും ആ സംഭവം. ഞാൻ ഈ അഡ്വാൻസ് കഴിഞ്ഞ് വന്ന ഉടനെ എന്റെ ഗ്രൂപ്പിൽ പലവട്ടം ഞാൻ പറഞ്ഞു എല്ലാവരും, നിങ്ങൾ പോകണേ. കാരണം അങ്ങനത്തെ ആ ഒരു ഫീലിങ്സ് 3 ദിവസം അവിടെ നിന്നേ കിട്ടുള്ളൂ, വേറെ എവിടെ നമ്മുടെ ജീവിതത്തിൽ കിട്ടൂല. അപ്പൊ അത്രയും നല്ലൊരു അനുഭവമായത് കൊണ്ടാണ് ആത്മാർത്ഥത്തോട് പറയുന്നത്. അപ്പൊ ആരെങ്കിലും പോകാനിങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരുക്കത്തോട് പുറപ്പെട്ടോളൂ. നാളെ തന്നെ പേര് കൊടുത്തോളൂ. വളരെ കുറഞ്ഞ സീറ്റുകളും സാർ പറഞ്ഞു കേട്ടു. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ശങ്കിച്ച് നിൽക്കരുതെന്നാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇപ്രാവശ്യത്തെ അഡ്വാൻസിന് ചെയ്യാം. കാരണം ഒരു ദിവസം മുന്നേ നമുക്ക് റിസൾട്ട് കിട്ടി അത്രയും നല്ലതല്ലേ. സാറിനോട് ചോദിച്ചു എത്രയും പെട്ടെന്ന്